എല്ലാവർക്കും നമസ്കാരം. ശ്രീരംഗം വിക്രമൻ നായർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് വിൻ്റർ സ്കൂളിൽ ഒരു തവണ ഞാൻ വരുമ്പോൾ എന്നോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ക്ലാസ്. അദ്ദേഹം എൻ്റെ ക്ലാസ് കഴിയുന്നത് വരെ ഇരിക്കുകയും അതിനുശേഷം എന്നെ പരിചയപ്പെടുകയും ചെയ്തു. പരിചയപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ചുമ്മാ വിക്രമൻ എന്നാണ്. എനിക്ക് ശ്രീരംഗം വിക്രമൻ നായർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ വെളിപ്പെടുത്താൻ കൂട്ടാക്കിയില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യങ്ങളിലാണ് കൂടുതൽ പിടിപാടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഓരോരുത്തർ അവരവരുടെ പിടിപാടിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ പറയുമല്ലോ എന്ന് മാത്രമേ ഞാൻ ധരിച്ചുള്ളൂ. പിന്നീട് അദ്ദേഹത്തോട് തുടർന്ന് സംസാരിച്ചപ്പോഴും അദ്ദേഹം നാടകത്തെ സ്പർശിച്ചതേയില്ല. അദ്ദേഹം സ്പർശിച്ചത് മുഴുവൻ രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ് ആ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതാണ് വളരെ പ്രഖ്യാതനായ ശ്രീരംഗം വിക്രമൻ നായർ എന്ന്. അടുത്ത തവണ വിൻ്റർ സ്കൂളിന് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് സ്വയം എന്താ അതൊന്ന് വ്യക്തമാക്കാതിരുന്നത്? എന്നിട്ട് പറഞ്ഞു, അത് വ്യക്തമാക്കിയിട്ട് എന്ത് ചെയ്യാനാ, എനിക്കിപ്പോൾ അതിനകത്ത് താല്പര്യമൊന്നുമില്ല, ഞാനത് വിട്ടു. എനിക്കിപ്പോൾ രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, നാടകാന്തം കവിത്വം എന്ന് പറയുമല്ലോ, നാടകം എഴുതുന്നതാണ് കവിത്വത്തിൻ്റെ പരമകാഷ്ഠ എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ പരമകാഷ്ഠയിലെത്തിയെങ്കിൽ പിന്നെ അങ്ങയ്ക്ക് ഇത് കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ആ പരാകാഷ്ഠയും ഞാൻ കഴിഞ്ഞു, എനിക്കിപ്പോൾ ശുദ്ധമായ ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതിനുശേഷം അദ്ദേഹം കവിത്വം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പിന്നീട് സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആരാണ് കവി എന്ന് പറയാമോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കവി ക്രാന്തദർശിന എന്നാണ് സംസ്കൃതത്തിൽ അതിന് പറയുക. അപ്പം എന്നോട് ചോദിച്ചു, ക്രാന്തദർശിത എന്ന് പറഞ്ഞാൽ എന്താ? ക്രാന്തദർശിത എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിനും കാണുന്ന പ്രാപഞ്ചികമായ കാഴ്ചകളുടെ ആഴങ്ങളിലേക്ക് പോകുന്നതിനാണ് ക്രാന്തദർശിത എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു കാര്യം പറയുന്നത് പോലെയല്ല കവികൾ പറയുക. കവികൾ പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ആഴം വരും. 5 വർഷം കഴിഞ്ഞു എന്ന് കുമാരനാശാൻ പറയുകയല്ല. കുമാരനാശാൻ പിന്നെ 5 വട്ടമിഹ പൂത്തുകാനനം എന്നായിരിക്കും പറയുക. ഇതൊരു ദർശനമാണ്, ഒരു ആഴമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഉദാഹരണം കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് തിരുപ്പതി വെങ്കടാചലപതിയെക്കുറിച്ച്. ഈ തിരുപ്പതിയിൽ മലയുടെ മുകളിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അത് പോയിട്ടുള്ളവർക്കറിയാം. ഭഗവാന്റെ പാദമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, തൃപ്പാദങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ആൾക്കാർ തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നവരവിടെ പോവുകയും അവിടെ പോയി തൊഴുകയും ചെയ്തതിന് ശേഷമാണ് മലയിറങ്ങുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു സ്ഥലമുണ്ട്, അത് അദ്ദേഹം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിവിടെ പോയിട്ടുണ്ട്, എനിക്കതറിയാം. പക്ഷേ അതിനെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമുണ്ട്. രാജഗോപാലാചാര്യോട് ഒരിക്കലൊരാൾ ചോദിച്ചു, ഈ മലയുടെ മണ്ടയ്ക്ക് എന്തിനാണ് ഇങ്ങനെ 2 പാദമുദ്രകൾ? അപ്പോൾ രാജഗോപാലാചാരി പറഞ്ഞു, ഇപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഞാനൊരു കവിയാവുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ ഒരു 2 സെൻറ്റൻസ് പറഞ്ഞു. When he decided to descend, the earth's heart boomed up to receive his feet. അവന് താഴേക്കിറങ്ങി വരണം എന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഭൂമിയുടെ മാറ് അവൻ്റെ പാദങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഉയർന്നു വന്നു. അതാണ് ഈ പർവ്വതങ്ങളെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞങ്ങ് നിർത്തി. അപ്പോൾ സാറിനോട് പറഞ്ഞു, ഇതാണ് നാടകാന്തം കവിത്വം എന്ന് പറയുക. ഒരു വസ്തുതയുടെ ആഴങ്ങളിലേക്ക് പോവുക. അപ്പം അന്ന് ഞങ്ങൾ കുറേ ഏറെ നേരം ഈ വരാന്തയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ആളാരാണെന്ന് മനസ്സിലായി. പിന്നെ കുറേ ഏറെ നേരം ഇരുന്ന് സംസാരിച്ചു. അതിന് ശേഷം അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു. ഇപ്പോൾ കൃഷ്ണാജി ആ വിഷയം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, വേദാന്തത്തെക്കുറിച്ച് പഠിക്കുമ്പോഴേ സിസ്റ്റമാറ്റിക്കായ ഒരു സ്റ്റഡി ഇപ്പോഴും ഇല്ല. അപ്പോൾ സാധാരണഗതിയിൽ വേദാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്വൈതമാണ് എല്ലാവരും പറയുക. അപ്പോൾ എന്നോട് ചോദിച്ചത്, മായാസിദ്ധാന്തത്തെക്കുറിച്ച് രാമകൃഷ്ണ വിവേകാനന്ദ സാഹിത്യങ്ങളിൽ നമ്മളിന്ന് അറിയുന്നത് പോലെയുള്ള ഒരു മായാസിദ്ധാന്തമില്ല.
പ്രപഞ്ചം മുഴുവൻ മായയാണ് എന്നങ്ങനെ ശ്രീരാമകൃഷ്ണനോ വിവേകാനന്ദ സ്വാമിയോ പറഞ്ഞു വയ്ക്കുന്നില്ല. പലരും ധരിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്വൈതം ശങ്കരൻ പറഞ്ഞതുപോലെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന് പറയുന്നുണ്ടെന്നാണ് പലരും പ്രസംഗിക്കുന്ന പലരും അതാ ഇങ്ങനെ ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീരാമകൃഷ്ണദേവനും അങ്ങനെ പറഞ്ഞിട്ടില്ല, വിവേകാനന്ദ സ്വാമിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണിച്ചിട്ടില്ല. അദ്വൈത ബോധത്തിലേക്കാണ് പോകേണ്ടത് എന്ന് ശഠിച്ചിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ ഒന്നും പ്രാധാന്യം കുറച്ച് കണ്ടിട്ടുമില്ല. ഈ ഒരു പ്രത്യേക പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒരിക്കലും പോയിട്ടില്ല. ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് നടന്ന ഒരു വലിയ സിമ്പോസിയത്തിൽ ഒരാൾ എഴുന്നേറ്റ് ഒരു കോളേജ് അധ്യാപകൻ എഴുന്നേറ്റ് ചോദിച്ചത്, അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ ദ്വൈതമാണോ ത്രൈതമാണോ ശരി? അപ്പോൾ ഒന്നുകൂടെ വ്യക്തമാക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്വൈതം പറയുന്നത് മുഴുവൻ മായയാണെന്നാണ്, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. വിശിഷ്ടാദ്വൈതം പറയുന്നത് ബ്രഹ്മം എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നുവെന്നാണ്. ദ്വൈതം പറയുന്നത് ജഡവും ചൈതന്യവും രണ്ടേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മുഴുവൻ സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാരാണ്. ശങ്കരനും രാമാനുജനും മാധ്വനും ബോധായനനും ഒക്കെ സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാരാണ്. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്, പരസ്പര വിരുദ്ധമാണ്. അപ്പോൾ പരസ്പര വിരുദ്ധമാണെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ആരേലും ഒരാൾ പറഞ്ഞത് അബദ്ധമാണ്, കള്ളമാണ്. ഒരാൾക്കല്ലേ ശരിയായിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ ഈ 3 ദർശനങ്ങളിൽ ഏതാണ് ശരി? ഇതാണ് ചോദ്യം. ഇത് ശ്രീരംഗം വിക്രമൻ നായർ സാർ അന്ന് എന്നോട് ചോദിച്ചു, 3 സാധനങ്ങളിൽ ഏതാണ് ശരി? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് വളരെ വിചിത്രമാണ്. നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വേദാന്തം പഠിക്കാത്തത് കൊണ്ട് പറ്റിയ ഒരബദ്ധമാണ്. അപ്പോൾ കൃഷ്ണാജി എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു വേദാന്തത്തെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, ഒരു വേദാന്തി കൺസെപ്റ്റാണ് വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഇത് രണ്ടും കൂടെ ശരിക്കും ചേർന്ന് പോയല്ലോ, വളരെ വിചിത്രമായിരിക്കുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. അതേ നിർദ്ദേശം അദ്ദേഹം അന്ന് പറഞ്ഞ അതേ നിർദ്ദേശമാണ് കൃഷ്ണാജിയുടെ വായിൽ നിന്ന് വന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രമാണഗ്രന്ഥങ്ങൾ പലരും ഉദ്ധരിക്കാറുണ്ട്. പ്രമാണഗ്രന്ഥ രാമായണത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്കതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഒരു വിദ്വാൻ ഒരിക്കൽ വിളിച്ചു ചോദിച്ചത്, രാമായണത്തിൻ്റെ ഇത്രാമത്തെ അധ്യായത്തിനകത്ത് അവഗുണ്ഠനം ഉപയോഗിച്ചിട്ടുണ്ട്, സീതയെ അവഗുണ്ഠനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു, അത് ഹിജാബാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നിങ്ങളുടെ രാമായണ കാലത്തതുണ്ടായിരുന്നല്ലോ. ഞാൻ പതുക്കെ വാൽമീകി രാമായണത്തിൻ്റെ ആ ഭാഗം എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് അവഗുണ്ഠനം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവഗുണ്ഠനം ഒരു സംസ്കൃത വാക്കാണ്. അവഗുണ്ഠനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെയിലോ മഴയോ ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ തലയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ തലയ്ക്ക് മുകളിൽ കൂടിയിടുന്ന ഒരാവരണം, അത്രയേ ഉള്ളൂ. ഇതാണ് അവഗുണ്ഠനം. അപ്പോൾ ഈ ആവരണം പിന്നീട് വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ തലയിലിട്ടാലും അതിനെല്ലാം അവഗുണ്ഠനമെന്നാണ് പറയുക. അപ്പോൾ ഈ രാമായണത്തിലെ ഈ ശ്ലോകത്തിനകത്ത് കവി പറയുന്നത്, വെയിലത്തുകൂടി നടന്നു പോയപ്പോൾ വെയിൽ ഏൽക്കാതിരിക്കാനായി സീത തൻ്റെ അവഗുണ്ഠനം കൊണ്ട് ശിരസ്സു മറച്ചു. അത് വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഒരു സിസ്റ്റമല്ല, ഡ്രസ്സിങ്ങിൻ്റെ സിസ്റ്റമല്ല അത്. പക്ഷേ ഇതിങ്ങനെ വന്നു തുടങ്ങിയാൽ എന്തു ചെയ്യും? രാമായണമോ മഹാഭാരതമോ സനാതനധർമ്മത്തിൻ്റെ പ്രമാണഗ്രന്ഥങ്ങളല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗ്രന്ഥങ്ങൾക്കകത്ത് മുഴുവൻ ഇൻ്റർപൊലേഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ പിന്നീട് കൂട്ടിച്ചേർക്കുക. ഈ കൂട്ടിച്ചേർക്കുന്നത് മനഃപൂർവ്വം ദൂഷിപ്പിക്കാൻ വേണ്ടിയുള്ളതുണ്ട്, അത് ശരി. പക്ഷേ വേറെയുണ്ട്. ഈ പണ്ട് കാലത്തെ അച്ചടി ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്കൊരു പുസ്തകം വേണമെങ്കിൽ ഒരു ഗുരുകുലത്തിൽ ഇപ്പം മഹാഭാരതം ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ ചെയ്യുന്നത് ഈ ഗുരുകുലത്തിൽ നിന്ന് അങ്ങോട്ടൊരു 10-40 പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിടും. ഇവർ മിക്കവാറും സ്നാതകന്മാരായിരിക്കും. സ്നാതകൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഹോൾഡർ, സ്നാതകൻ എന്നാണ് അങ്ങനെയുള്ളവരെ പറയുക പണ്ട് കാലത്ത്. അപ്പോൾ സ്നാതകന്മാരെ അങ്ങോട്ട് പറഞ്ഞു വിടും. അവരവിടെ ചെന്ന് ഇത് ഭാഗിക്കും ഈ ഗ്രന്ഥം. ഇപ്പോൾ രാമായണമാണെങ്കിൽ അതിന് ഇത്ര 28,000-ഓളം ശ്ലോകങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നീ ഇത്ര ശ്ലോകം, ഞാൻ ഇത്ര ശ്ലോകം, അവൻ ഇത്ര ശ്ലോകം എന്ന് പറഞ്ഞ് ഇതങ്ങ് ഭാഗിക്കും. ഓരോരുത്തരും ക്ലിപ്തസംഖ്യ ശ്ലോകങ്ങൾ പകർത്തി എഴുതും. എന്നിട്ടാണ് ഇത് അടുത്ത ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരിക. എങ്കിലേ ഇത് തീരൂ, ഇല്ലെങ്കിൽ ഇതിന് മാത്രം ശ്ലോകങ്ങൾ മുഴുവൻ എഴുതി തീർക്കാൻ പറ്റുമോ? 1,25,000 മേൽ ശ്ലോകങ്ങൾ മഹാഭാരതത്തിലുണ്ട്. ഇത് മുഴുവൻ ഒരാൾ തന്നെ പകർത്തി എഴുതാൻ പറ്റുമോ? അപ്പോൾ അവർ ചെയ്യുന്നത് 10-40-50 പേര് ഒരുമിച്ച് എന്ന് ഇതിങ്ങനെ പകർത്തി എഴുതും.
ഇവിടെയാണ് ഒരു ചെറിയ കൊനഷ്ട് കിടക്കുന്നത്. ഒരു കാലത്ത് സംസ്കൃതം വിദ്യാഭ്യാസമുള്ളവൻ്റെ ഭാഷയായിരുന്നതുകൊണ്ട് അവർക്ക് തോന്നുന്ന ഒരു സ്നാതകനായി കഴിഞ്ഞാൽ അവർ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങും. ഞാൻ വിദ്യാഭ്യാസം ചെയ്ത ഉത്തരേന്ത്യയിലെ ആശ്രമത്തിൽ 1.5 ലക്ഷത്തിൽ പരം മാനുസ്ക്രിപ്റ്റുകളുണ്ടായിരുന്നു. 1.5 ലക്ഷം. സംസ്കൃതം, മുഴുവൻ സംസ്കൃതം. ഇത് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ 64 കലകളുണ്ട് എന്ന് പറയും. ചതുഷ്ഷഷ്ടി കലാമയി എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നുണ്ട്. 64 കലകൾ. നഖം വെട്ടുന്ന നഖശാസ്ത്രം എന്ന് പറയും. നഖത്തെ എങ്ങനെ മനോഹരമായിട്ട് സൂക്ഷിക്കാൻ പറ്റും. മുടിയുടെ ശാസ്ത്രം, നഖത്തിൻ്റെ ശാസ്ത്രം, സൗന്ദര്യ സംവർദ്ധനത്തിൻ്റെ ശാസ്ത്രം, തറ ജലം പോലെ മിനുക്കുന്ന ശാസ്ത്രം, വാഴപ്പഴത്തിന് മാങ്ങായുടെ സ്വാദ് കൊണ്ടുവരുന്ന ശാസ്ത്രം. ഇങ്ങനെ അങ്ങോട്ട് 64 കലകളാണ് ഉള്ളത്. പറഞ്ഞിരിക്കുന്ന സസ്യശാസ്ത്രത്തിനകത്തെ ചില ശ്ലോകങ്ങൾ വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഇന്ന രീതിയിൽ ഇന്ന പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് വാഴയ്ക്ക് 3 തവണ വളമായിട്ടിട്ടാൽ അതിൽ നിന്ന് വരുന്ന പഴത്തിന് മാങ്ങായുടെ സ്വാദായിരിക്കും. വാഴപ്പഴത്തിൻ്റെ സ്വാദ് വരികയില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും പ്രിൻറ്റിലുണ്ട്. ഞാനീ പറഞ്ഞ കാര്യം പ്രിൻറ്റിലുണ്ട്. ഈ സസ്യശാസ്ത്രം പ്രിൻറ്റിലുണ്ട്. അവിടെ കൊല്ലത്തുള്ള ശ്രീരാമവിലാസം പ്രസ് അത് പ്രസിദ്ധീകരിച്ചിരുന്നു. എല്ലാം ഒന്നുമില്ല, എന്നാലും കുറേ ഭാഗങ്ങളുണ്ട്. അതുപോലെയാണ് ആനയുടെ മാതംഗലീല തുടങ്ങിയുള്ള ശാസ്ത്രങ്ങൾ. ഇതെല്ലാം ഈ 64 ശാസ്ത്രങ്ങൾക്കകത്ത് വരും. അപ്പോൾ 64 ശാസ്ത്രങ്ങൾ പ്രാചീന കാലത്ത് വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്രയധികം ശാസ്ത്രങ്ങളുണ്ട് സംസ്കൃതത്തിൽ. ഇത് മുഴുവൻ പിന്നീട് ലുപ്തമായി പോവുക ചെയ്ത, പഠിപ്പിക്കാൻ ആളില്ലാതെയോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് അത് മാറ്റുകയോ ചെയ്തതുകൊണ്ട് നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയാതെ പോയി. ഇതാ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ ഒരു ഗുരുകുലത്തിൽ നിന്ന് മറ്റൊരു ഗുരുകുലത്തിലേക്ക് ഒരു പുസ്തകം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഈ ശ്ലോകങ്ങൾ അവർ കൂട്ടിച്ചേർക്കും. ഇത് സ്നാതകന്മാരാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നും, ഒരു ശ്ലോകം എഴുതുമ്പോൾ തോന്നും ഇതങ്ങോട്ട് വ്യക്തമായില്ലല്ലോ, നാളെ ഇത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വ്യക്തമായിക്കോട്ടെ, അവർ 2 ശ്ലോകം അങ്ങ് കൂട്ടിച്ചേർക്കും. അപ്പോൾ ശുദ്ധഭാഗവതം എന്നൊരു കൺസെപ്റ്റുണ്ട്. ശുദ്ധഭാഗവതം എന്ന് പറയുക 8000 ശ്ലോകങ്ങളെ മഹാഭാഗവതത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പഠിച്ച ആശ്രമത്തിലുണ്ടായിരുന്ന ശുദ്ധഭാഗവതം എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. 7500 പരം ശ്ലോകങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ന് കിട്ടുന്നതിനകത്ത് 10,000-20,000-ഓളം ശ്ലോകങ്ങൾ വരുന്നുണ്ട്. 20,000 മേൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം കൂടുതൽ ശ്ലോകങ്ങൾ വരുന്നത് കൊണ്ട് എന്താ പറ്റുന്നത്? സത്യത്തിൻ്റെ ശരിക്കുള്ള രൂപം എവിടെയെങ്കിലുമൊക്കെ അങ്ങ് മറഞ്ഞു പോകുന്നു. ഇതാണ് കുഴപ്പം കിടക്കുക. അപ്പോൾ ഭാഗവതം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഭാഗവതത്തെ സംബന്ധിച്ച് ചില സൂത്രങ്ങളുണ്ട്. ഭാഗവത സൂത്രങ്ങളെന്ന് പറയും. ഈ സൂത്രങ്ങൾ മുഴുവൻ പഠിച്ചതിന് ശേഷമേ ഭാഗവതത്തിലേക്ക് കയറാവൂ എന്ന് കർശനമായ നിർദ്ദേശം കൊടുക്കും. അപ്പോൾ സൂത്രങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ കഥ എന്താ. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ഷീരാബ്ധി മഥനം, പാലാഴി മഥനം. അപ്പോൾ സൂത്രങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സ ഏവ സർഗമെന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. അപ്പോൾ ഈ പാലാഴി മഥനത്തിന് തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന സൃഷ്ടിയെക്കുറിച്ചാണ് ഇത്. അപ്പോൾ ആചാര്യൻ പറയേണ്ടത് പാലാഴി മഥനം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് സൃഷ്ടിയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഐരാവതത്തിൽ നിന്ന് പാലാഴി മഥനം, പാലാഴി മഥനത്തിൽ നിന്ന് ഐരാവതം. ആ കഥ അറിയില്ലേ? പാലാഴി മഥനത്തിൽ നിന്നാണ് ഐരാവതം പൊന്തി വന്നത്. ഐരാവതം കാരണമാണ് പാലാഴി മഥനം ഉണ്ടായത്. അപ്പോൾ ഇത് പലർക്കും സംശയം വരും, ഐരാവതം കാരണമാണ് പാലാഴി മഥനം ഉണ്ടായത്, പിന്നെ പാലാഴി മഥനത്തിൽ നിന്ന് ഐരാവതം എങ്ങനെയാണ് പൊന്തി വരുന്നത്? ഇത് സർഗം, സൃഷ്ടിയെക്കുറിച്ചാണ് പാലാഴി മഥനം. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിലേ ഇത് പിടികിട്ടുള്ളൂ. മൂലപ്രകൃതിയിൽ നിന്ന് സൃഷ്ടി ലയിച്ച് വീണ്ടും മൂലപ്രകൃതിയാകുന്നു. സൃഷ്ടി പ്രളയം, സൃഷ്ടി പ്രളയം എന്നിങ്ങനെ അനന്തമായി ഈ പ്രക്രിയ നീങ്ങിക്കൊണ്ടിരിക്കും. ഇത് സൂചിപ്പിക്കാനാണ് സർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പാലാഴി മഥനം. പക്ഷേ അങ്ങനെയല്ല, നമ്മളതൊരു പുരാണ കഥയായിട്ട് എടുത്തിട്ട് ചുമ്മാ. അപ്പോൾ ഈ പുരാണ കഥയായിട്ട് എടുത്തു കഴിയുമ്പോൾ ഈ അബദ്ധങ്ങൾ മുഴുവൻ നാളെ കാലം യുവാക്കന്മാർ വന്നു കഴിയുമ്പോൾ പറയും ഇത് ചുമ്മാ അബദ്ധം, കള്ളക്കഥയെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഇത് നമ്മളെന്തിനാണ് ഇതൊക്കെ വായിക്കുന്നത്? ഇത് മുഴുവൻ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ക്രമത്തിനാണ്, സിസ്റ്റം അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ ഇതങ്ങനെയൊന്നും വരില്ല. പിന്നെ രണ്ടാമത് ശ്രീരംഗം സാർ എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഈ ഗ്രഹണശേഷിക്ക് അപ്പുറം നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ ബ്രഹ്മസൂത്രത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിരോധമുള്ള സംഗതികളാണ്.
അതിലൊന്ന് അദ്ദേഹം അന്ന് എന്നോട് ഉദ്ധരിച്ചത് അപശൂദ്രാധികരണം എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ ഇതിനത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഇത് കേട്ടാൽ മനസ്സിലാകും. കാരണം ശങ്കരാചാര്യർ ഈ ബ്രഹ്മസൂത്രത്തിന് എഴുതിയ വ്യാഖ്യാനത്തിൽ ഓരോ സൂത്രങ്ങൾക്കും ഓരോ അധികരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഒരു സൂത്രം അപശൂദ്രാധികരണം എന്ന് പറയും. ശൂദ്രന്മാർക്ക് വേദാധികാരമില്ല എന്ന് സ്ഥാപിക്കുന്ന ഒരു സാധനമായത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെന്ത് സൂത്രമായത്? ആരാ ഈ ബ്രഹ്മസൂത്രം എഴുതുന്നത്? വ്യാസനല്ലേ? അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വ്യാസന്മാർ 28 പേരുണ്ട്. 28 പേരിൽ ആദ്യത്തേത് ബ്രഹ്മ എന്നു പേരുള്ള വ്യാസനായിരുന്നു. 28ാമത്തെ ആളാണ് കൃഷ്ണദ്വൈപായന വ്യാസൻ. അദ്ദേഹമാണ് മഹാഭാരതം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തോടെ ഈ വ്യാസപരമ്പര അറ്റുപോയി. അപ്പോൾ വ്യാസൻ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര്, ആളിൻ്റെ പേരല്ല. ഈ ബദരീപീഠത്തിൽ പണ്ട് മഹാഭാരത കാലത്തിനും ഒരു 10,000-2000 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കുകയും മഹാഭാരത കാലത്തോടെ നിലച്ചു പോവുകയും ചെയ്ത ഒരു വിദ്യാപീഠം ഉണ്ടായിരുന്നു. പ്രാചീന ഭാരതത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായിരുന്നു. അതിൻ്റെ പ്രിൻസിപ്പൽമാർക്കോ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാർക്കോ പറഞ്ഞിരുന്ന പേരാണ് വ്യാസൻ. അതൊരു സ്ഥാനപ്പേരാണ്, ആളിൻ്റെ പേരല്ല. അപ്പോൾ 28 വ്യാസന്മാരുടെ ലിസ്റ്റ് പുരാണങ്ങളിലുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലുണ്ട്, ദേവീ ഭാഗവതത്തിലുണ്ട്, സ്കന്ദപുരാണത്തിലുണ്ട്, ലിംഗപുരാണത്തിലുണ്ട്. ഇവരുടെ എല്ലാം പേരുണ്ട്. പേരിന് ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. 28 പേരുടെയും പേരടങ്ങുന്ന ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ബദരീപീഠത്തിൽ പണ്ടുണ്ടായിരുന്ന പ്രാചീന സർവകലാശാലയുടെ അധിപന്മാരായിരുന്നു വ്യാസന്മാർ. ആദ്യത്തെ വ്യാസൻ്റെ പേര് ബ്രഹ്മ എന്നാണ്. ഇവർ ഈ സ്കന്ദപുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും ഇവരുടെ പേരുണ്ട്. ആദ്യത്തെ ആളിൻ്റെ പേര് വൈവസ്വതനെന്നും ബ്രഹ്മ എന്നും പല ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. പിന്നീട് ഒരു ഗ്രന്ഥത്തിൽ അതിനകത്ത് ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് ബ്രഹ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. അത് ചില ഗ്രന്ഥങ്ങളിൽ വൈവസ്വതൻ എന്നും കാണിക്കുന്നുണ്ട്. വിവസ്വാൻ്റെ മകനായിരുന്നു ബ്രഹ്മ എന്ന് പറയുന്ന ഋഷി. അദ്ദേഹത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ 4 പേരുണ്ടായിരുന്നു. ഇത് ബദരീപീഠത്തിലെ ആദ്യത്തെ വ്യാസനായിരുന്ന ബ്രഹ്മ എന്ന് പറയുന്ന ഋഷി അദ്ദേഹത്തിൻ്റെ 4 ശിഷ്യന്മാർക്ക് വേദം പകർന്നു കൊടുക്കുന്നു. അഗ്നി, വായു, ആദിത്യൻ, അങ്കിരസ്, ഇങ്ങനെയാണ് 4 പേര്. അദ്ദേഹത്തിന് 4 ശിഷ്യന്മാരാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് ഈശ്വരനിൽ നിന്നാണ് വേദം കിട്ടുന്നത്. അദ്ദേഹം അത് തൻ്റെ 4 ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഈ 4 ശിഷ്യന്മാർക്ക് കൊടുത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തെ വേദവ്യാസൻ എന്ന് വിളിക്കുന്നത്. അത് ബ്രഹ്മ എന്ന് പറയുന്ന ഋഷിയാണ്. 28ാമത്തെ വ്യാസനാണ് കൃഷ്ണദ്വൈപായന വ്യാസൻ. അദ്ദേഹമാണ് മഹാഭാരതം എഴുതുന്നത്. ഇത് രണ്ടും ഒരാളല്ല. ഇനി 3ാമത് പ്രശസ്തനായ ഒരു വ്യാസനുണ്ട്, ഇതിനിടയ്ക്ക് വരുന്ന ഒരാൾ, 18ാമത്തെ വ്യാസനായിട്ട് വരുന്നയാൾ. അദ്ദേഹത്തിൻ്റെ പേരാണ് ബാദരായണൻ. ഈ ബാദരായണ വ്യാസനാണ് ബ്രഹ്മസൂത്രം എഴുതുന്നത്. അപ്പോൾ വേദം ഒന്നായിരുന്നു, അത് 4 ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ 4 ശാഖകളായി. അപ്പോൾ അഗ്നി എന്നായിരുന്നു അഗ്നി പ്രചരിപ്പിച്ച അത്രയും വേദമന്ത്രങ്ങൾക്ക് ഋഗ്വേദമെന്ന് പറയും. വായു എന്ന് പറയുന്ന ഋഷി പ്രചരിപ്പിച്ച ആ സെക്റ്റിന് യജുർവേദമെന്ന് പറയും. അഗ്നി, വായു, ആദിത്യൻ, അങ്കിരസ്. ആദിത്യൻ എന്ന് പറയുന്ന ഋഷിക്ക് കിട്ടിയ അത്രയും ഭാഗം സാമവേദം, മറ്റേത് അഥർവവേദം. ഇങ്ങനെയാണിത് പോവുക. അപ്പോൾ ഈ വേദം വാസ്തവത്തിൽ ഒന്നായിരുന്നു. അത് 4 ശിഷ്യന്മാർ 4 സമ്പ്രദായങ്ങളിലേക്ക്, സെക്റ്റുകളായി. അപ്പോൾ ചിലർ അതിൽ നിന്ന് കുറച്ചെടുക്കും, ചിലർ ഇതിൽ നിന്ന് കുറച്ചെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സാമവേദത്തിലുള്ള മന്ത്രങ്ങൾ ഏതാണ്ടൊരു 70% ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ തന്നെയാണ്. പക്ഷെ ചൊല്ലുന്നതിന് വ്യത്യാസമുണ്ട്. ഋഗ്വേദത്തിലേത് ചൊല്ലുമ്പോൾ ഓം അഗ്നിമീലേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നധാതമോം എന്ന് ചൊല്ലും, കീർത്തനം ചൊല്ലുന്നത് പോലെ. അതേസമയം അതേ മന്ത്രം സാമവേദത്തിലാണ് പറയുന്നതെങ്കിലോ ഓം അഗ്നീ നയ സുപ
ഇങ്ങനെ നീട്ടിപ്പോവും. അപ്പോൾ നീട്ടിപ്പോകുമ്പോൾ ഒരു കാര്യം ചുമ്മാ നീട്ടുന്നത് കൊണ്ടായില്ല. സ്വരം താഴാനോ ഉയരാനോ പാടില്ല, ഒറ്റ ലെവലിൽ നിൽക്കണം. അത് ഏത് ലെവലിലാണ് നിൽക്കേണ്ടത് അത് സാമവേദം പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് മനസ്സിലാക്കും. ഏതാണ്ട് 7 ലെവലുകളുണ്ട്. അതിനെയാണ് സ്വരങ്ങളെന്ന് പറയുക. അപ്പോൾ 7 സ്വരത്തിൽ നിൽക്കണം. ഇപ്പോൾ 7 സ്വരം മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്വരം മുതൽ ഏറ്റവും ഉയർന്ന സ്വരം വരെ 7ആയിട്ട് സ്വരത്തെ തിരിച്ചിട്ടുണ്ട്. അതിനാണ് ആ സ്വരം ഉണ്ടാകുന്ന ആ കണ്ഠഭാഗങ്ങൾക്കാണ് സ്വരസ്ഥാനം എന്ന് പറയുക. അപ്പോൾ ഏറ്റവും ചെറുത് ഷഡ്ജമാണ്. ചുമ്മാ ഉദാഹരണം പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷഡ്ജം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ശബ്ദമാണ് ഷഡ്ജം. ഓം, ഇതാണ് എനിക്കുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ശബ്ദം. അപ്പം നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റുന്ന ഇതേ രീതിയിലായിരിക്കൊള്ളണമെന്നില്ല. പക്ഷേ രണ്ടും നിങ്ങളുണ്ടാക്കുന്നതും ഷഡ്ജമാണ്, ഞാനുണ്ടാക്കുന്നതും ഷഡ്ജം തന്നെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാളിൻ്റെ ശബ്ദത്തിന് സൗകുമാര്യമുണ്ടെങ്കിൽ അതിന് കൂടുതൽ പവറുണ്ട് എന്ന് വിചാരിക്കണ്ട. മനുഷ്യൻ്റെ കണ്ഠത്തിൽ നിന്ന് വരുന്നത് കേൾക്കാൻ സുഖമുള്ള ശബ്ദമാണെങ്കിലും പാറപ്പുറത്ത് ചിരട്ടയിട്ടൊരയ്ക്കുന്ന ശബ്ദമാണെങ്കിലും ഈ പ്രാണോർജ്ജത്തിന് വ്യത്യാസം വരികയില്ല. പ്രാണോർജ്ജം ഒരുപോലെ തന്നെയാണ് വരിക. അത് ഛന്ദശാസ്ത്രം എഴുതുന്ന സമയത്ത് പിംഗള മഹർഷി പറഞ്ഞിട്ടുണ്ട്. ആളിൻ്റെ ശബ്ദത്തിൻ്റെ സൗകുമാര്യമല്ല പ്രശ്നം, ഏത് കണ്ഠഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ച് അതുണ്ടാക്കുന്ന പ്രാണോർജ്ജത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെയാണ് വേദത്തിൻ്റെ ഒരു ക്രമം പോകുന്നത്. അത് നമുക്ക് പിന്നീടൊരു സമയത്ത് അത് പഠിക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ. ഇപ്പം നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഈ വേദങ്ങൾ ഇങ്ങനെയാണ് 4 ഋഷിമാർ വഴി 4 ആകുന്നത്. വേദം 1 ആയിരുന്നു, ഇത് 4 ആയിട്ട് വരുന്നത്. എന്ന് ഇപ്പോഴും 4 വേദങ്ങളിലും മന്ത്രങ്ങൾ ഇടകലർന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രമാണഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ പ്രമാണഗ്രന്ഥം വേദങ്ങളാണ്. അപ്പോൾ വേദങ്ങൾക്ക് പറയുന്ന പേര് സ്വതപ്രമാണം എന്നാണ്. സ്വതപ്രമാണം എന്ന് പറഞ്ഞാൽ സ്വയം പ്രമാണമായത്. ഇതിനെ വേറൊരാളും അതിനെ സമർത്ഥിക്കേണ്ട കാര്യമില്ല. സ്വതപ്രമാണം, സ്വയം തന്നെ പ്രമാണമാണ്. വേദത്തിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രമാണം തന്നെ, പിന്നെ അതിനെ ആരും ചോദ്യം ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അതിനെ സ്വതപ്രമാണം എന്ന് പറയുക. പിന്നീട് രണ്ടാമത് വരുന്നതാണ് പരതപ്രമാണം. അപ്പോൾ പരതപ്രമാണം എന്ന് പറഞ്ഞാൽ അത് പ്രമാണമാണ്, പക്ഷേ നമ്മളതിനെ സാധൂകരിക്കേണ്ടി വരും. ഇത് ശരിയാണ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് തർക്കിക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സ്വയം തർക്കത്തിന് അതീതമായ പ്രമാണഗ്രന്ഥം, മറ്റൊന്ന് തർക്കത്തിന് വിധേയമായ പ്രമാണഗ്രന്ഥങ്ങൾ. ഇത് രണ്ടും വേറെ വേറെ മനസ്സിലാക്കണം. അപ്പോൾ തർക്കിക്കാൻ പറ്റാത്ത അതിനുപരി നിൽക്കുന്ന പ്രമാണഗ്രന്ഥങ്ങളാണ് 4 വേദങ്ങൾ. തർക്കത്തിന് വിധേയമാകുന്ന പ്രമാണഗ്രന്ഥങ്ങൾ 6 എണ്ണമുണ്ട്. ഒന്ന് ന്യായദർശനം എന്ന് പറയും, 2 വൈശേഷിക ദർശനം, 3 സാഖ്യദർശനം, 4 യോഗദർശനം, 5 മീമാംസാദർശനം, 6 വേദാന്ത ദർശനം. അപ്പോൾ ഈ 4 വേദവും 6 ശാസ്ത്രവും എന്നാണ് ഇതിന് പറഞ്ഞിരുന്നത്. പഴയ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇങ്ങനെയാണ് ഇത് പഠിച്ചിരുന്നത്. അപ്പോൾ 4 വേദങ്ങളെന്ന് പറയുന്നത് എന്താണെന്നൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് 6 ശാസ്ത്രങ്ങളെന്ന് പറയുന്നതാണ് ഇത്. ഗൗതമ മഹർഷി എഴുതിയ ന്യായദർശനം. ന്യായദർശനത്തിൻ്റെ വിഷയം തർക്കമാണ്. അപ്പോൾ ഈ തർക്കം എന്തിനാണ് പഠിക്കുന്നതെന്ന് ഋഷി ആദ്യം പറഞ്ഞിട്ടുണ്ട്. നാളെ നിങ്ങളെ മനുഷ്യനെ അല്പശ്രുതന്മാർ എന്നാണ് ഋഷി പറയുന്നത്. അല്പം മാത്രം എവിടെയെങ്കിലും ചെന്ന് പഠിച്ചതിന് ശേഷം നിങ്ങളെ വഴിതെറ്റിക്കാൻ ആൾക്കാർ വരും. അതിൽ വഴിതെറ്റിപ്പോകരുത്. അതിനാണ് ആദ്യം ന്യായം പഠിക്കണം എന്ന് പറയുക. ന്യായദർശനത്തിനകത്ത് തർക്കമാണ്, ശുദ്ധമായ യുക്തിയും തർക്കവും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്തത് വൈശേഷിക ദർശനം. അത് പ്രപഞ്ചത്തിലെ മൊത്തം പ്രപഞ്ചത്തെ ഒരു 10-12 പദാർത്ഥങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ധർമ്മം, അധർമ്മം, ഈശ്വരൻ, ആത്മാവ്, പുനർജന്മം, മോക്ഷം, ഇതെല്ലാം ഈ പദാർത്ഥങ്ങൾക്കകത്ത് വരും. ആ ന്യായത്തിലും ഉണ്ടത്. ഈശ്വരൻ, ആത്മാവ്, പുനർജന്മം, മോക്ഷം, മോക്ഷോപായങ്ങൾ, ഇതെല്ലാം ഈ പദാർത്ഥങ്ങൾക്കകത്താണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ ന്യായവും വൈശേഷികവുമാണ് ഈശ്വരനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഹാജരാക്കിയിട്ടുണ്ട്. വാദം
ശുദ്ധമായ യുക്തിയാണ്. ഈശ്വരനുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ, ഉൽപ്പത്യാദേ എന്ന് തുടങ്ങുന്ന കുറേ തെളിവുകളാണ്. അതുപോലെ ഈ ആത്മാവുണ്ട് എന്ന് കാണിക്കുന്ന തെളിവുകൾ, പുനർജന്മമുണ്ട് എന്നുള്ളതിൻ്റെ തർക്കങ്ങൾ, ഇതെല്ലാം ന്യായത്തിലും വൈശേഷികത്തിലും ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് വൈശേഷികത്തിനകത്ത് പദാർത്ഥങ്ങളെ ആയിട്ട് പ്രപഞ്ചത്തെ തിരിച്ചിട്ട് ഓരോ പദാർത്ഥത്തെക്കുറിച്ചും, ധർമ്മം ഒരു പദാർത്ഥമാണ്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ന്യായം, വൈശേഷികം, അടുത്തത് സാഖ്യം. കപില മഹർഷി എഴുതിയതാണ് സാഖ്യം. ഇപ്പോൾ സാഖ്യത്തിനകത്ത് സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്. അതിലാണ് നമ്മൾ ഇന്ന് പറയുന്ന പല പുരാണങ്ങളിൽ പറയുന്ന പല സിദ്ധാന്തങ്ങളും ആദ്യം വരുന്നത് സാഖ്യത്തിലാണ്. മൂലപദാർത്ഥം ഒരെണ്ണമുണ്ട്, അത് പൊട്ടിത്തെറിച്ചിട്ടാണ് നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത്. ആത്മാവും ശരീരവും കൂടെ ചേർന്നിട്ടാണ് ഒരു ജന്തു ഉണ്ടാകുന്നത്. മരണമെന്നും ജനനമെന്നും പറയുന്നതിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് സാഖ്യൻ. ശരീരവും ആത്മാവും തമ്മിൽ കൂടിച്ചേരുന്നതിനെ ജന്മമെന്നും അത് വിഘടിച്ചു പോകുന്നതിനെ മരണമെന്നും പറയുന്നു എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇതിനെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. യോഗദർശനത്തിനകത്ത് ഈശ്വരനെ പ്രാപിക്കേണ്ട വഴികളാണ് പറഞ്ഞിരിക്കുന്നത്. പതഞ്ജലി മഹർഷിയാണ് സൂത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. അടുത്ത പൂർവ്വമീമാംസ എന്ന് പറയുന്നത് യജ്ഞങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചുമാണ് പൂർവ്വമീമാംസ പറയുന്നത്. കർമ്മങ്ങൾ എങ്ങനെയാണ് വരിക, നിങ്ങളെ എങ്ങനെയാണിത് സ്വാധീനിക്കുക, അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ നല്ല അനുഭവങ്ങൾ വരാൻ നിങ്ങൾ ഈ ജന്മത്ത് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കർമ്മമീമാംസ എന്നാണ് ആ ദർശനത്തിന് പറയുന്നത്. അപ്പോൾ ആ ജൈമിനി എന്ന് പറയുന്ന ഋഷിയാണ് ഈ മീമാംസാ ദർശനത്തിൻ്റെ സൂത്രങ്ങൾ എഴുതുന്നത്. ആറാമത്, ഇതുവരെ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞില്ല. ആദ്യം യുക്തിവാദത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ പദാർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു, പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു, സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഈശ്വരനെ പ്രാപിക്കേണ്ട വഴികളെക്കുറിച്ച് പറഞ്ഞു. ഈശ്വരനെക്കുറിച്ച് മാത്രം പറഞ്ഞില്ല. അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ദർശനത്തിനാണ് വേദാന്ത ദർശനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 6 ദർശനങ്ങളിൽ ഒരെണ്ണമാണ് വേദാന്തം. ഈ വേദാന്തം ഈശ്വരനെക്കുറിച്ചായതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിന് പല പേരുകളുമുണ്ട്. ബ്രഹ്മസൂത്രം എന്ന് പറയും. ബ്രഹ്മത്തെക്കുറിച്ചുള്ള സൂത്രങ്ങളായതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മസൂത്രം എന്ന് പറയുക. ബ്രഹ്മസൂത്രം, വേദാന്ത ദർശനം, ശാരീരകമീമാംസ, ഉത്തരമീമാംസ എന്നൊക്കെ ഇതിന് പേര് പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബാക്കി അടിയന്തിരമായി അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ വേറെ ദർശനങ്ങളിൽ ഋഷി പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയാൻ ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിനകത്ത് ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല. ഇത് എടുത്തു പറയാൻ കാരണം വിമർശകന്മാർ പറഞ്ഞിരിക്കുന്നത് ഈശ്വരനെക്കുറിച്ച് മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ആത്മാവിനെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ഒന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിൻ്റെ വിഷയമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ വേണ്ടി എഴുതിയ പുസ്തകമാണ്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതാണ് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും. അതിൽ 6ാമത്തെ ശാസ്ത്രമാണ് ബ്രഹ്മസൂത്രം എന്നറിയപ്പെടുന്നത്. വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ്, പക്ഷേ അറിഞ്ഞിരുന്നില്ലെങ്കിൽ പറ്റില്ല, വലിയ അബദ്ധങ്ങളുണ്ടാവും. അപ്പോൾ ഈ വേദാന്ത ദർശനത്തിന് ശങ്കരൻ ഭാഷ്യം എഴുതുന്നത് ഏതാണ്ട് 500 BC-ക്കുള്ളിലാണ് ശങ്കരൻ്റെ ഭാഷ്യം വരുന്നത്. ശങ്കരൻ ഭാഷ്യം എഴുതുന്നതിന് മുൻപ് ഇതിന് ഭാഷ്യം ഉണ്ടായിട്ടുണ്ട്. ആദി ശങ്കരാചാര്യരുടെ ഗുരുക്കന്മാരെക്കുറിച്ച് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഗുരു ഗോവിന്ദാചാര്യരെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഗുരുവിൻ്റെ പേര്. ഗോവിന്ദാചാര്യരുടെ ഗുരുവാണ് ഗൗഡപാദൻ എന്ന് പറയുന്ന ആചാര്യൻ. അപ്പോൾ ഈ ശങ്കരാചാര്യർ പറഞ്ഞ ജഗത്ത് മുഴുവൻ മിഥ്യയാണ്, മായയാണ്, ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം ഗൗഡപാദൻ്റെ കാരികയിലാണ് ആദ്യം വരുന്നത്. അതിനുശേഷം ഗോവിന്ദാചാര്യർ വലിയ കാര്യമായ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഗോവിന്ദാചാര്യരെ ഗൗഡപാദൻ പഠിപ്പിക്കുന്നു, ഗോവിന്ദാചാര്യർ അത് ശങ്കരനെ പഠിപ്പിക്കുന്നു. ശങ്കരൻ ഭാഷ്യം എഴുതിക്കൊണ്ട് ഇതിന് പ്രചാരം കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ ഈ അദ്വൈതം വരുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അദ്വൈതം വരുന്നതിന് മുൻപ് ഇതിന് വേറൊരു ഭാഷ്യം ഉണ്ടായിരുന്നു ഈ ബ്രഹ്മസൂത്രത്തിന്. ബോധായനൻ
എന്ന പേരിൽ ഒരു ആചാര്യൻ എഴുതിയ ഭാഷ്യമായിരുന്നു അത്. ഇത് നിഷ്പക്ഷമാണ്. അപ്പോൾ ഈ ഭാഷ്യങ്ങളുടെ ഒരു പ്രത്യേകത, നമുക്കിത് എഴുതി വളയ്ക്കാൻ പറ്റും. നിങ്ങൾ ഭഗവത്ഗീത എടുത്തു വെച്ച് നോക്കണം. ഭഗവത്ഗീത എടുത്തു വെച്ച് നോക്കിയാൽ ഒരു ശ്ലോകത്തിനകത്ത് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നതല്ല രംഗനാഥാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത്, രംഗനാഥാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നതല്ല നിത്യചൈതന്യ യതി പറഞ്ഞിരിക്കുന്നത്, യതി പറഞ്ഞതല്ല ഭഗവത്ഗീത യഥാരൂപം എന്ന പേരിലൊരു ഭഗവത്ഗീതയുണ്ട്. ഞാനിത് വെച്ച് മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കിയിട്ട് മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നതിനെയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത യഥാരൂപം, ഒട്ടും യഥാരൂപമല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ ആ ശ്ലോകത്തിനകത്ത് എന്തു പറഞ്ഞിട്ടുണ്ട് അത് അതേ രീതിയിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെയാണ് യഥാരൂപം എന്ന് പറയുക. അങ്ങനെ ഒരു ഭഗവത്ഗീതയില്ല. എല്ലാവരും ഭഗവത്ഗീത വ്യാഖ്യാനിക്കുന്നത് ആ വാക്കുകൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് അവരവരുടെ സിദ്ധാന്തത്തിനനുസരിച്ച് ഇതിനെ അങ്ങ് വ്യാഖ്യാനിച്ചോളുക. പ്രാഥമികമായ നിഷ്പക്ഷമായ ഒരു വ്യാഖ്യാനം വന്നിട്ടില്ല. ഇത് വൈഷ്ണവാചാര്യന്മാരുടെ അടുക്ക് ചെന്നാൽ അവർ പഠിപ്പിച്ചു തരും. പല കാര്യങ്ങളും അവർ പഠിപ്പിച്ചു തന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നമ്മുടെ സംശയങ്ങൾ പലതും തീരുള്ളൂ. അതാണ് എൻ്റെ ഒരു വലിയൊരു ദോഷം. അതെന്താ, മധുസൂദന സരസ്വതി എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, വൈഷ്ണവനാണ്. അദ്ദേഹമാണ് ഭക്തിരസായനം എന്ന് പറയുന്ന കൃതി എഴുതുന്നത്. അദ്ദേഹം എഴുതിയ ഒരു ശ്ലോകമാണ് നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് പഠിക്കുന്ന പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണീന സ്വയം. അപ്പോൾ ഈ ശ്ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ പാർത്ഥായ പ്രതിബോധിതാം, പാർത്ഥന് പറഞ്ഞു കൊടുത്തത് ഭഗവതാ നാരായണീന സ്വയം, ഭഗവാൻ നാരായണൻ പറഞ്ഞു കൊടുത്തത് ഇത്രേ തോന്നുന്നു. നേരെ മറിച്ചത് ഏതെങ്കിലും ഒരു വൈഷ്ണവാചാര്യൻ്റെ അടുക്ക് ചെന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയാം, ആദ്യം മധുസൂദന സരസ്വതിയുടെ ശ്ലോകം പഠിക്കണം, പിന്നെ ഭഗവത്ഗീതയിലേക്ക് കയറാൻ പറ്റൂ. അതിൻ്റെ കാരണം എന്താ? കാരണം ആ ശ്ലോകം പഠിക്കുമ്പോൾ മനസ്സിലാവും. പാർത്ഥായ പ്രതിബോധിതാം. അപ്പോൾ പാർത്ഥൻ എന്ന് പറയുന്ന വാക്കിന് ദാർശനിക സമ്പ്രദായങ്ങളിൽ അർജുനൻ എന്നല്ല അർത്ഥം, പൃഥ്വിയുമായി ബന്ധപ്പെട്ടവൻ എന്ന അർത്ഥം. പാർത്ഥിവം എന്ന് പറഞ്ഞാൽ പൃഥ്വിയുമായി ബന്ധപ്പെട്ടതും മനുഷ്യവർഗമെന്നേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ മനുഷ്യവർഗത്തിന് പറഞ്ഞു കൊടുത്തത് പ്രതിബോധിതാം. പ്രതിബോധം എന്ന് പറയുന്നതും ഒരു സാങ്കേതിക ശബ്ദമാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം, അത്രേ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കത് സമയം കുറവാണ്. അപ്പോൾ പ്രതിബോധം വഴി പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഉപനിഷത്തുകൾക്കകത്ത് മുഴുവൻ ഈ പ്രതിബോധം വഴി ആചാര്യൻ ശിഷ്യന്മാർക്ക് പ്രതിബോധം വഴി പകർന്നു കൊടുത്തു. ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് വാക്കുകൊണ്ട് പകരാൻ പറ്റാത്ത കാര്യങ്ങളാവും. അപ്പോൾ പ്രതിബോധം വഴിയാണ് പകർന്നു കൊടുക്കുക. പ്രതിബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് 4 രീതിയിലാണ്. ഒന്ന് വാക്കുകൾ കൊണ്ട്. അപ്പോൾ ഈ വാക്കിന് പറയുന്ന പേരാണ് വൈഖരി. വൈഖരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്ക്. അപ്പോൾ വൈഖരി എവിടുന്നാണ് വന്നത്? വൈഖരി വോക്കൽ കോർഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വോക്കൽ കോർഡിൽ വരുന്നതിന് മുമ്പ് ശബ്ദം എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുണ്ടായിരുന്നു. അപ്പം നെർവസ് സിസ്റ്റത്തിലുണ്ടായ ശബ്ദത്തിനെയാണ് മധ്യമാവാണി എന്ന് പറയുക. നെർവസ് സിസ്റ്റത്തിൽ ഇത് വരണമെങ്കിൽ ഇവിടെ ആദ്യം ഉണ്ടായിട്ടുണ്ടാവണം തലച്ചോറിൽ. അപ്പോൾ തലച്ചോറിലുണ്ടാകുന്ന അതിസൂക്ഷ്മമായ സ്പന്ദനങ്ങൾക്ക് പറയുന്ന പേരാണ് പശ്യന്തി വാണി. അപ്പോൾ തലച്ചോറ് ഒരു സമയത്ത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ തലച്ചോറ് പിന്നെ കൊള്ളുകയില്ല, നമ്മൾ കത്തിച്ച് കളയും. അതിനകത്ത് എങ്ങനെയായി ഇങ്ങനെ സ്പന്ദനം വന്നത്? സ്പന്ദനം വന്നത് ഇതിനകത്തിരിക്കുന്ന ആത്മാവ് ഇച്ഛിച്ചു, ആഗ്രഹിച്ചു ഒരു കാര്യം പറയണമെന്ന്. ആ ഇച്ഛയാണ് ആദ്യം ഉണ്ടായത്. ഇതൊരു പ്രക്രിയയാണ്. നമ്മളിപ്പോൾ പറയാം നാരായണ എന്ന് പറയണം. ഇതിൻ്റെ പ്രക്രിയ എന്താ? ആദ്യം നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുക, നാരായണ എന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് ഇച്ഛ. ഈ ഇച്ഛയ്ക്ക് പറയുന്ന പേരാണ് പരാവാണി. ഈ ഇച്ഛ ആത്മാവിലുണ്ടാകുമ്പോൾ തന്നെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗം സ്പന്ദിക്കാൻ തുടങ്ങും. ആ സ്പന്ദനത്തിന് പശ്യന്തി വാണി എന്ന് പറയും. ഇത് സ്പന്ദിച്ച് കഴിയുമ്പോൾ അത് നെർവസ് സിസ്റ്റത്തെ പ്രേരിപ്പിക്കും. അപ്പം നെർവസ് സിസ്റ്റത്തിലൊരു അതിസൂക്ഷ്മ സ്പന്ദനം ഉണ്ടാകും. അതിന് മധ്യമാവാണി എന്ന് പറയും. അത് വന്ന് വോക്കൽ കോഡിനെ പ്രേരിപ്പിക്കും. അപ്പോൾ വോക്കൽ കോഡിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം പുറത്തേക്ക് വരും. ഇതിനെയാണ് വൈഖരി വാണി എന്ന് പറയുക. ഇതിൽ വൈഖരി വാണി കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. വലിയ ആധ്യാത്മിക സത്യങ്ങളൊന്നും വൈഖരി വാണി കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, ഒന്നും പിടികിട്ടുകയില്ല. അങ്ങനെ വരുമ്പോൾ ആചാര്യന്മാർ ചെയ്യും. മാത്രമല്ല പറഞ്ഞു വെറുതെ പറയാവുന്നേ ഉള്ളൂ.
നമുക്കറിയാവുന്ന പല കാര്യങ്ങളും വാണി കൊണ്ട് നമുക്ക് വ്യക്തമാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ. നിങ്ങൾ ശർക്കരയുടെ മധുരവും തേനിൻ്റെ മധുരവും പഞ്ചസാരയുടെ മധുരവും കൽക്കണ്ടത്തിൻ്റെ മധുരവും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഈ മധുരങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ്. പഞ്ചസാരയുടെ മധുരമല്ല ശർക്കരയുടേത്, ശർക്കരയുടേതല്ല തേനിൻ്റേത്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുക, ഇതൊന്നും കഴിച്ചിട്ടില്ലാത്ത ഒരാൾ നിങ്ങളോട് ചോദിക്കുക, അതെ ഈ തേനിൻ്റെ മധുരവും ശർക്കരയുടെ മധുരവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? പറഞ്ഞു മനസ്സിലാക്കാൻ ഒക്കുകയില്ല, വാണിക്ക് വഴങ്ങുകയില്ല. അറിഞ്ഞവർക്കറിയാം, ഇത് രണ്ടും കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. പക്ഷേ മറ്റൊരാളിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് വൈഖരി വാണി. അത് പറ്റാതെ വരുമ്പോൾ ആചാര്യന്മാർ, ശക്തിയുള്ളവർ, സിദ്ധന്മാർ ചെയ്യുന്ന പണി, അവർ കഴിച്ച ഓർമ്മ അവരുടെ മനസ്സിലുണ്ട്. അവരുടെ മനസ്സിലെ ആ ഇംപ്രഷൻ അത് തൻ്റെ ശിഷ്യനിലേക്ക് കൈമാറും. അപ്പോൾ അയാൾക്കത് മനസ്സിലാവും. ആ ഇംപ്രഷനാണ് കൈമാറുന്നത്. ഇതെല്ലാവർക്കും പറ്റിയെന്ന് വരികയില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിലെ ഇംപ്രഷൻ, ജ്ഞാനം മറ്റൊരാളിലേക്ക് കൈമാറുന്നതിന് പറയുന്ന സാങ്കേതിക നാമമാണ് പ്രതിബോധം. ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രതിബോധിതാം, പ്രതിബോധം വഴി പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ അർജുനന് ഭഗവാൻ ഇത് കൊടുക്കുന്നത് പ്രതിബോധം വഴിയാണ്. നമ്മളിന്ന് കാണുന്ന ശ്ലോകമല്ല. ആ ജ്ഞാനം പ്രതിബോധം വഴി പകർന്നു കൊടുത്തത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് നമ്മുടെ ജ്ഞാനത്തിൻ്റെ മാർഗം പോകുന്നത്. അപ്പോൾ ഇത് വേദാന്ത ദർശനം ആദ്യകാലത്ത് പറഞ്ഞു കൊടുത്തിരുന്ന പല ടെക്നിക്കുകളിൽ ഒരെണ്ണമാണ് ഈ ടെക്നിക്ക്. വൈഷ്ണവാചാര്യന്മാരുടെ അടുക്ക പോയി പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കിത് കിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ വിചാരിക്കും, ചേട്ടാ ഈ ഒരു 700 ശ്ലോകം മുഴുവൻ ഭഗവാൻ ഈ യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചൊല്ലുകയായിരുന്നോ? ഇതെത്ര സമയമെടുക്കും ഇത് മുഴുവൻ ചൊല്ലിത്തീരാൻ? നമ്മുടെ സംശയം അവശേഷിച്ച് കിടക്കുകയുള്ളൂ. മസ്വന സരസ്വതി എഴുതിയ ഈ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ, അതും എവിടെ പോയി പഠിക്കണം? വൈഷ്ണവാചാര്യന്മാരുടെ അടുക്ക പോയി പഠിക്കണം. എന്നാലേ ഈ രഹസ്യങ്ങൾ അവർ പറഞ്ഞു തരൂ. ഇതാണ് വലിയൊരു കുഴപ്പം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങളെ കൃത്യമായിട്ട് അറിയണം. സ്വതപ്രമാണമാണ് വേദങ്ങൾ. പരതപ്രമാണമെന്ന് പറയുന്ന ഈ 6 ദർശനങ്ങളാണ് ഒന്ന്. പിന്നെ ഭഗവത്ഗീത, 10 ഉപനിഷത്തുകൾ, ശുദ്ധ ഭാഗവതം, ഇത്രയേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സനാതനധർമ്മത്തിൻ്റെ പ്രമാണഗ്രന്ഥമല്ല. ഇതാണ് കുഴപ്പം കിടക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, പല സമ്പ്രദായത്തിൽപ്പെട്ടവർ പല ഗ്രന്ഥങ്ങളെ പ്രമാണഗ്രന്ഥങ്ങളായിട്ട് പറയും. എന്നാലെ ചിന്മയ മിഷനിലെ ഒരു സന്യാസി പറയുന്നത് കേട്ടു, പ്രസ്ഥാനത്രയിയാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന്. പ്രസ്ഥാനത്രയി എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, 10 ഉപനിഷത്തുകൾ, ഇത്രയുമാണ് പ്രസ്ഥാനത്രയി. അതിൻ്റെ പറയാൻ കാരണം ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയ ഈ മൂന്നെണ്ണം അതാണ് പ്രമാണഗ്രന്ഥങ്ങളെന്ന് പറയുന്നത്. അല്ല, അത്രമാത്രമല്ല, വേദങ്ങളും പ്രമാണങ്ങളാണ്, ഈ 6 ദർശനങ്ങളും പ്രമാണങ്ങളാണ്. കാരണം എങ്കിലേ ഇതിനകത്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈശ്വരൻ, ആത്മാവ്, പുനർജന്മം, മോക്ഷം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ 6 ദർശനങ്ങളിലാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി, അദ്ദേഹം എന്നോട് ചോദിച്ച സംശയം അതാണ്. ബ്രഹ്മസൂത്രം മാത്രം പഠിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. ബ്രഹ്മസൂത്രത്തിനകത്ത് എന്തിനാണ് ഇങ്ങനെ അപശൂദ്രാധികരണവും വൈശേഷിക ദർശനത്തെ ഖണ്ഡിക്കുന്ന ഇതും മറ്റും വന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ശങ്കരൻ ഇതിന് ഭാഷ്യം എഴുതുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുൻപേ ബോധായനൻ എന്ന് പറയുന്ന ആചാര്യൻ ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയിരുന്നു. അപ്പോൾ ബോധായനൻ എഴുതിയതാണ് ഒന്നാമത്തേത്. രണ്ടാമതാണ് ശങ്കരൻ ഭാഷ്യം എഴുതുന്നത്. മൂന്നാമത് രാമാനുജാചാര്യർ. നാലാമത് മാധ്വാചാര്യർ. വേറെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. 12ഓളം വ്യാഖ്യാനങ്ങളുണ്ട്. ബലദേവൻ, നിംബാർക്കൻ, വല്ലഭൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അതിനകത്തെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ ബ്രഹ്മസൂത്രത്തിനുള്ളത് 4 എണ്ണമാണ്. ഈ 4 എണ്ണം മനസ്സിലാക്കിയെങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഒന്നാമത്തേത് ബോധായനൻ എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയത്. അപ്പോൾ ബോധായനൻ എഴുതിയ ഭാഷ്യത്തിനകത്ത് ഈ അടിസ്ഥാന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് തർക്കമുണ്ട്. ആചാര്യന്മാർ പറയുന്നത് ഈശ്വരനാണ് പ്രധാനം. രണ്ടാമത് ജീവികൾ തോറും ഭിന്നമായി കാണുന്ന ആത്മാവ്, അതായത് എൻ്റെ ചൈതന്യം,
നിങ്ങളുടെ ചൈതന്യം ജീവനുള്ള ഇടങ്ങളിലെല്ലാം കാണുന്ന സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്നാണ് നമ്മുടെ സിദ്ധാന്തം. അപ്പോൾ ഓരോ സസ്യത്തിനും ഓരോ ആത്മാവുണ്ട്. നമുക്ക് നമ്മുടെ ആത്മാവുണ്ട്. നിങ്ങൾ ഞാനെന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചാണ്, ശരീരത്തെക്കുറിച്ചല്ല. ശരീരം ഭക്ഷണത്തിൽ നിന്നുണ്ടായതാണ്. ഭക്ഷണം കഴിച്ചില്ല ഇതങ്ങ് പോവും. അത് ശരീരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇനി ആത്മാവ് ശരീരം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ടൊന്ന് കത്തിച്ച് കളയും. ആത്മാവ് വേറൊരു ശരീരം എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരികയും ചെയ്യും. നിരന്തരം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആത്മാവ്, പരമാത്മാവല്ലെങ്കിൽ ഈശ്വരൻ, പിന്നെ ഈ കാണായ പ്രപഞ്ചം മുഴുവൻ, ഇതിനെ മുഴുവനും കൂടെ പറയുന്ന പേരാണ് മൂലദ്രവ്യം അല്ലെങ്കിൽ മൂലപ്രകൃതി, ജഡപ്രകൃതി, കാരണജലധി, കാരണസമുദ്രം. കാരണസമുദ്രമെന്ന് ഭാഗവതത്തിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. പലരും ധരിച്ചിരിക്കുന്നത് അത് സമുദ്രമാണെന്നാണ്. അത് സമുദ്രമല്ല, ജഡപദാർത്ഥത്തിന് പറയുന്ന പേരാണ്. കാരണജലധി എന്ന് പറഞ്ഞാലും സമുദ്രമല്ല, ജഡപദാർത്ഥത്തിന് പറയുന്ന പേരാണ്. അപ്പോൾ ആകെ ബോധായനൻ പറയുന്നത് 3 ദ്രവ്യങ്ങളെ ആകെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. 1 ഈശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം, 2 ആത്മാവ്, നമ്മുടെ ആത്മാവ്, ജീവികൾ തോറും ഭിന്നമായി കാണുന്ന ജീവാത്മാവെന്ന് പറയുന്നത്, പിന്നെ 3ാമത് ഈ കാണായ പ്രപഞ്ചം മുഴുവൻ. ഇതിനെ എല്ലാറ്റിനും കൂടെ പറയുന്ന പേരാണ് മൂലപ്രകൃതി, കാരണജലധി, പ്രധാനം. പ്രധാനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. പ്രധാനമെന്ന് പറയുന്നത് സാഖ്യദർശനത്തിലാണ് പ്രധാനമെന്ന് പറയുന്നത്. കപിലൻ പ്രധാനമെന്ന് പറഞ്ഞിരിക്കുന്നത് ജഡപ്രകൃതിയെയാണ്, ജീവനില്ലാത്ത പ്രകൃതി. ഈ മൈക്ക് ജഡപ്രകൃതിയാണ്, നമ്മുടെ ശരീരം ജഡമാണ്. നിങ്ങൾ ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ജഡമാണ്. ചൈതന്യമാണ് മറ്റൊന്ന്, അതാ ആത്മാവ്. ഈശ്വരനും ചൈതന്യമാണ്. അപ്പോൾ ബോധായനൻ പറയുന്നത് ആകെ ഈ പ്രപഞ്ചത്തിൽ 3 പദാർത്ഥങ്ങളേ ഉള്ളൂ. 1 ഈശ്വരൻ, 1 ആത്മാവ്, 2 ഇനി 3ാമത്തേത് ഈ പ്രപഞ്ചം, ജഡപദാർത്ഥം, പ്രൈമോർഡിയൽ മാറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ 3 സാധനങ്ങളേ ഉള്ളൂ എന്ന് ബോധായനൻ പറയുന്നു. അപ്പോൾ 3 പദാർത്ഥങ്ങളേ ഉള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് ബോധായനൻ്റെ സിദ്ധാന്തത്തെ വിളിക്കുന്നത് ത്രൈതം എന്നാണ്. 3 പദാർത്ഥങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ത്രൈതമെന്ന് പറയും. ഇനി അത് കഴിഞ്ഞാണ് ശങ്കരൻ വരുന്നത്. ശങ്കരൻ വന്ന് ഇതിനെയെല്ലാം ഖണ്ഡിച്ചു. ശങ്കരൻ പറഞ്ഞു മൊത്തം പരബ്രഹ്മമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ഈ ആത്മാവ് എന്ന് പറയുന്ന സാധനം ഇല്ല, അത് ബ്രഹ്മം തന്നെയാണ്. നമ്മൾ ഞാനെന്ന് പറയുന്ന ഈ ആത്മാവുണ്ടല്ലോ, അത് പരബ്രഹ്മം തന്നെയാണ്, അല്ലാതെ പരബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതല്ല. അപ്പോൾ ജീവാത്മാവെന്ന് പറയുന്ന ഒരു സാധനമില്ല, പരബ്രഹ്മം തന്നെയേ ഉള്ളൂ. പരബ്രഹ്മമാണ് ജനിക്കുന്നതും മരിക്കുന്നതും. പിന്നെ ഈ പ്രപഞ്ചം ഇത് മിഥ്യയാണ്, നിങ്ങൾക്കിത് ചുമ്മാതെ തോന്നുന്നതാണ്. പ്രാതിഭാസികമെന്ന് പറയും, പ്രതിഭാസിക്കുക, ഉണ്ടെന്ന് തോന്നുക. അപ്പോൾ ഇതൊരു പ്രതിഭാസം മാത്രമാണ്, പ്രതിഭാസിക്കുക ചെയ്യുന്നത്, പ്രപഞ്ചമില്ല. അപ്പോൾ ആകെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ഇതാണ് ശങ്കരൻ പറഞ്ഞത്. ഇതിനെയാണ് അദ്വൈതം, രണ്ടില്ലാത്തത്. ദ്വൈതം 2, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, 1 മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്ന് ഇല്ല. ഇതാണ് ശങ്കരൻ്റെ സിദ്ധാന്തം. ഇതിനെയാണ് അദ്വൈതം എന്ന് പറയുക. നമ്മൾ ഈ അദ്വൈതം മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ വേദാന്ത ദർശനത്തിന് 4 ഭാഷ്യങ്ങളുള്ള 4 ആചാര്യന്മാർ 4 തരത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പഴയത് ബോധായനൻ്റെ സിദ്ധാന്തമാണ്. ബോധായനൻ പറഞ്ഞിരിക്കുന്നത് ഈശ്വരനുണ്ട്, ആത്മാവുണ്ട്, പിന്നെ ഈ പ്രകൃതിയുണ്ട്, ഇത് 3 ഉള്ളതാണ്. ശങ്കരൻ പറഞ്ഞു പ്രകൃതിയില്ല, ആത്മാവും ഇല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത ഇതിനെയാണ് അദ്വൈതം എന്ന് പറയുക, രണ്ടില്ലാത്തത്. അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് സംശയമായി. മാധ്വാചാര്യർക്കും രാമാനുജാചാര്യർക്കും ഇതിനകത്ത് ഭയങ്കര സംശയം വന്നു. മധ്വാചാര്യർ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു അച്യുത പ്രേക്ഷർ. അച്യുത പ്രേക്ഷർ പഠിപ്പിക്കുന്നത് അദ്വൈതമാണ്. മധ്വാചാര്യർ ചോദിച്ചു, ഇതാ എങ്ങനെ, നമ്മൾ തന്നെയാണോ ബ്രഹ്മം? അതെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങേരെന്തോത്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ബ്രഹ്മം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരനല്ലേ? അതെ. അത് പിന്നെ താൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത്? ആരാ പുനർജനിക്കുന്നത്? സ്വന്തം കർമ്മഫലം അനുസരിച്ചാണ് ജനിക്കുന്നത്. അത് ബ്രഹ്മമാണോ ജനിക്കുന്നത്? അച്യുത പ്രേക്ഷർ പറഞ്ഞു, ഗുരുവാണ്, ഗുരു പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോണം, മിണ്ടാതെ വിട്ടിരുന്നോണം.
അപ്പോൾ മധ്വാചാര്യർ പറഞ്ഞു അത് പറ്റിയില്ല, നമ്മുടെ പാരമ്പര്യം അതല്ല, ചോദ്യം ചെയ്യുന്ന പാരമ്പര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണനാണ് പരമഗുരു, അപ്പോൾ കൃഷ്ണൻ പറയുന്ന പോലെ ഞാൻ കേൾക്കുകയുള്ളൂ. അച്യുത പ്രേക്ഷർ ചോദിച്ച് കൃഷ്ണൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വിമൃശ്യൈത ദശേഷേണ യഥേച്ഛസി തഥാ ഗുരു. അർജുനനോട് പറഞ്ഞതാ. ഗീത മുഴുവൻ ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം അവസാനം അർജുനനോട് പറഞ്ഞു വിമൃശ്യൈത ദശേഷേണ, ഞാനീ പറഞ്ഞു തന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായും വിമർശിക്കണം, വിമർശിച്ച് പഠിച്ചോണം. എന്നിട്ട് യഥാ ഇച്ഛസി തഥാ ഗുരു, നിനക്കെന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തു. അല്ല, ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോണം എന്നല്ല പറഞ്ഞത്. നിനക്കെന്താ തോന്നുന്നത് അതുപോലെ ചെയ്തു, ഞാൻ പറഞ്ഞു തരാനുള്ളത് മുഴുവൻ പറഞ്ഞു തന്നു. ഇതാ നമ്മുടെ പ്രാചീന ഭാരതത്തിലെ ഗുരുക്കന്മാരുടെ പരമ്പരയല്ല ഇങ്ങനെയാണ്. ചോദ്യം ചെയ്യാനാണ് പറയുന്നത്. ചോദ്യം ചെയ്യാതെ ഒന്നിനെയും വിശ്വസിക്കരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മധ്വാചാര്യർ പറഞ്ഞു ഗുരു കൃഷ്ണനാണ് ഗുരു, കൃഷ്ണൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യൂ. അച്യുത പ്രേക്ഷർ ചോദിച്ച് കൃഷ്ണൻ പറഞ്ഞതുപോലെ എന്താ ചെയ്യുന്നത്? ചോദ്യം ചെയ്തിട്ടേ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെയും പറയുന്ന നീ ഒന്ന് ചോദ്യം ചെയ്യ്. മധ്വാചാര്യർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ജനിക്കുന്നതും മരിക്കുന്നതും ആരാ? ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നല്ലോ. പുനർജന്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, ഉണ്ട്. ആരാ ജനിക്കുന്നത്? അത് ജനിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ ആത്മാവുണ്ടേ? ഇല്ല, ആത്മാവില്ല. അതെന്താ ആത്മാവില്ലാത്തത്? അത് ബ്രഹ്മമാണ്. അപ്പോൾ പുനർജനിക്കുന്നത് ബ്രഹ്മമാണ്. അച്യുത പ്രേക്ഷർ പറഞ്ഞു അതേ, ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കർമ്മബന്ധങ്ങൾ ബാധിക്കുന്നത് ബ്രഹ്മത്തെയല്ലേ? നമ്മുടെ കർമ്മം അനുസരിച്ചല്ലേ നമ്മൾ അടുത്ത ജന്മത്തേക്ക് പോകുന്നത്. അപ്പം നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കുന്നില്ലേ? അപ്പോൾ ഈ സുഖവും ദുഃഖവും അനുഭവിക്കുന്നത് ബ്രഹ്മമാണോ? അതിൽ അച്യുത പ്രേക്ഷർ പെട്ടു. അത് ബ്രഹ്മമല്ല. പിന്നെ ആരാ ഇത് അനുഭവിക്കുന്നത്? ഇവിടെ ഇത് വലിയൊരു കൊനഷ്ടാണ്. യോഗദർശനത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്, ക്ലേശകർമ്മ വിഭാഗാശയൈരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര. ഈശ്വരൻ എന്താണെന്നുള്ളതിൻ്റെ നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. ക്ലേശം, കർമ്മവിഭാഗം, ആശയം, ഈ മൂന്നെണ്ണം ബാധിക്കാത്തതാണ് ഈശ്വരൻ. ഈ മൂന്നെണ്ണം ബാധിക്കുന്നതാണ് ആത്മാവ്. ക്ലേശമെന്ന് പറഞ്ഞാൽ അവിദ്യ, അജ്ഞാനം. ഈശ്വരനെ അജ്ഞാനം ബാധിക്കുകയില്ല. അസ്മിത, അസ്മിത എന്ന് പറഞ്ഞാൽ അഹങ്കാരം, ഞാൻ എന്നുള്ള ഒരു ഭാവം, എൻ്റെ അറിവ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ അധികാരങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് അസ്മിത. ഇത് ഈശ്വരനെ ബാധിക്കുകയില്ല. ഈശ്വരൻ ഇതൊന്നുമില്ല, ഈശ്വരനല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഈശ്വരന് ഈ അഹങ്കാരം വരികയില്ല, അസ്മിത വരികയില്ല. അവിദ്യ, അസ്മിത, രാഗം, രാഗദ്വേഷ, അവിദ്യ, അസ്മിത, ക്ലേശങ്ങൾ, പഞ്ചക്ലേശങ്ങളെന്ന് പറയും. ക്ലേശങ്ങൾ രാഗം, ദ്വേഷം, അഭിനിവേശം തുടങ്ങിയവയാണ് ക്ലേശങ്ങൾ. രാഗദ്വേഷാഭിനിവേശ ക്ലേശ എന്നാണ് യോഗദർശനത്തിനകത്ത് പതഞ്ജലി മഹർഷി പറയുന്നത്. എന്തിനോടെങ്കിലും തോന്നുന്ന താല്പര്യം രാഗം, വേണ്ട എന്ന് തോന്നുന്ന, വെറുപ്പ് തോന്നുന്നത് ദ്വേഷം. അവിദ്യ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിദ്യ, അസ്മിത, അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ മരണഭയം. ഈ അഞ്ചെണ്ണം ആത്മാവിന് മാത്രമേ ഉള്ളൂ, ഈശ്വരനില്ല. അവിദ്യ, അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം. ഇത് ഈശ്വരനെ ബാധിക്കുകയില്ല, മനുഷ്യനെ മാത്രമേ ബാധിക്കൂ. അസ്മിത, അഹങ്കാരം, ഇത് ഈശ്വരനില്ല, ആത്മാവിന് മാത്രമേ ഉള്ളൂ. രാഗം, ദ്വേഷം, അഭിനിവേശം, എന്തിനോടെങ്കിലും താല്പര്യം തോന്നുക, എന്തിനോടെങ്കിലും വെറുപ്പ് തോന്നുക, ദ്വേഷം, മരണത്തോട് ഭയം ഉണ്ടാവുക. ഈ അഞ്ചെണ്ണം ആത്മാവിന് മാത്രമേ ഉള്ളൂ, ഈശ്വരനില്ല. പതഞ്ജലി പറയുക ഈ അഞ്ചെണ്ണം ഉണ്ടോ അത് ഈശ്വരനല്ല, അതും ആത്മാവാണ്. അപ്പോൾ ക്ലേശ കർമ്മവിഭാഗം, കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ക്ലേശങ്ങൾ അഞ്ചെണ്ണം. കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഈശ്വരൻ കർമ്മം ചെയ്യുന്നുമില്ല, കർമ്മത്തിൻ്റെ ഫലമൊട്ട് അനുഭവിക്കുന്നുമില്ല. അത് ഈശ്വരനല്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചാൽ. കർമ്മവിഭാഗാശയൈരപരാമൃഷ്ട. പിന്നെ ആശയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ നമ്മുടെ ചിത്തത്തിൽ പ്രോഗ്രാം ചെയ്തു വയ്ക്കും. ഇതും കൊണ്ടാണ് നമ്മൾ അടുത്ത ജന്മത്തേക്ക് പോകുന്നത്. അപ്പോൾ
ഇത് അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. 30 വയസ്സുള്ള ഒരുത്തൻ്റെ കാല് തല്ലി ഓടിച്ചാൽ നിങ്ങളുടെ ചിത്തത്തിൽ തന്നെ അത് പ്രോഗ്രാം ചെയ്തു വയ്ക്കും. 30 വയസ്സുള്ള ഒരാളിൻ്റെ കാല് നിങ്ങൾ തല്ലി ഓടിച്ചതാണ്. നിങ്ങൾക്ക് അടുത്ത ജന്മത്ത് 30 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കാല് ആരെയും തല്ലി ഓടിക്കണം. ഇതാണ് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മുടെ അനുഭവങ്ങൾ മുഴുവൻ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. ചിത്തത്തിലാണ് ഇത് പ്രോഗ്രാം ചെയ്തു വയ്ക്കുക. അപ്പോൾ ഇതിനെയാണ് ആശയം എന്ന് പതഞ്ജലി മഹർഷി പറയുന്നത്. അപ്പോൾ ഇത് ഈശ്വരന് ബാധകമല്ല. അപ്പോൾ പതഞ്ജലി മഹർഷി പറയുന്നു, ക്ലേശം, കർമ്മവിഭാഗം, ആശയം, ഈ 3 കാര്യങ്ങൾ ഈശ്വരനെ ബാധിക്കുകയില്ല. അത് മനുഷ്യനെ മാത്രമേ, അതായത് ജീവാത്മാവിനെ മാത്രമേ ബാധിക്കൂ. ഇതെടുത്ത് ഉദ്ധരിച്ചു മാധ്വാചാര്യർ. അച്യുത പ്രേക്ഷകർക്ക് മറുപടിയില്ലാതായി, രണ്ടുപേരും കൂടെ വഴക്കായി. അങ്ങനെ അച്യുത പ്രേക്ഷരെ ഉപേക്ഷിച്ചിട്ട് മാധ്വാചാര്യർ അങ്ങ് പോവുകയും ചെയ്തു. പോയിട്ട് അദ്ദേഹം ഈ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതി. ഈ ഭാഷ്യമാണ്, ആ ഭാഷ്യത്തിനകത്താണ് അദ്ദേഹം ദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടുവന്നത്. അനുഭാഷ്യം എന്നാണ് ആ ഭാഷ്യത്തിൻ്റെ പേര്. ദ്വൈതം എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. അദ്ദേഹം പറയുന്നത് ആത്മാവ് ചൈതന്യമാണ്, പരബ്രഹ്മവും ചൈതന്യമാണ്, പിന്നെ ജഡം കൂടെ ഉള്ളൂ, ജഡപദാർത്ഥം. അപ്പം 3ആയിട്ട് കാണണമെന്നില്ല, 2ആയിട്ട് കണ്ടാൽ മതി. ജഡവും ചേതനവും ഇങ്ങനെ 2ആയിട്ട് കണ്ടാൽ മതി. ആത്മാവിനെയും ബ്രഹ്മത്തെയും കൂടെ ചേർത്ത് ചൈതന്യമെന്ന് പറഞ്ഞാൽ മതി, മൂലപദാർത്ഥത്തെയും. അപ്പോൾ 2 ഉണ്ട്. അതുകൊണ്ട് ആ സിദ്ധാന്തത്തിന് പറയുന്ന പേരാണ് ദ്വൈതം. ഇത് വൈഷ്ണവമാണ്. അവർ വിഷ്ണുവിനാണ് പ്രാധാന്യം കൊടുക്കുക. കൃഷ്ണനും വിഷ്ണുവിനും മറ്റുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദ്വൈതം. അപ്പോൾ ഇത് കഴിഞ്ഞ് രാമാനുജാചാര്യർ ഈ ബ്രഹ്മസൂത്രത്തിന് തന്നെ അദ്ദേഹം ഒരു ഭാഷ്യം എഴുതി. അതിൻ്റെ പേരാണ് ശ്രീഭാഷ്യം. അപ്പോൾ ഇത് അദ്ദേഹം ഈ മധ്വാചാര്യർ ഉടുപ്പിയിലാണ് ജീവിച്ചിരുന്നത്. ഉടുപ്പിയിൽ വെച്ചാണ് അദ്ദേഹം അപ്രത്യക്ഷനാകുന്നത്. അപ്പോൾ ഉടുപ്പിയിലെ പാചകം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. നമ്മൾ ശങ്കരനെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഈ 3 മഹാദാർശനികന്മാരെ കുറിച്ച് കേട്ടിട്ടില്ല, നമ്മൾ പഠിക്കാറില്ല. നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ശങ്കരനാണ്. ശങ്കരൻ്റെ അത്രയും തന്നെ തലയുണ്ടായിരുന്ന മഹാ ആചാര്യന്മാരാണ് ബോധായനൻ, മാധ്വൻ, രാമാനുജൻ എന്നിവർ. ഇത്രയും പേര്. അവരെക്കുറിച്ച് കൂടി മനസ്സിലാക്കിയെങ്കിലേ ജ്ഞാനത്തിന് ഒരു നിലനിൽപ്പുണ്ടാവും. അപ്പോൾ മധ്വാചാര്യർ പാചകമെന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്, ഉടുപ്പിക്കടുത്ത്. അദ്ദേഹം ഏതാണ്ട് 89 ഏകോനശീരി വർഷാണി എന്നാണ് പ്രമാണം പറയുന്നത്. അശീതി എന്ന് പറഞ്ഞാൽ 80, ഊനമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ, ഏക ഊന 1 കുറഞ്ഞ, അശീതി 80, 1 കുറേ 80 എന്ന് പറഞ്ഞാൽ 79 വർഷം ജീവിച്ചിരുന്നു. മാനുഷദൃഷ്ടിക, മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ 79 വയസ്സുവരെ ജീവിച്ചിരുന്നു. അതിനുശേഷം ബദരീംയയവു, ബദരിയിലേക്ക് പോയി. അദ്ദേഹം സമാധിയാകുന്നത് ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ മഠത്തിൽ. മുറിക്കകത്തേക്ക് കയറിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ബദരിക്ക് പോവുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടേ ചോദിക്കണം. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കതക് അടയ്ക്കുകയും ചെയ്തു. ഒരു ദിവസമായിട്ടും അദ്ദേഹത്തെ പുറത്ത് കാണാതെ വന്നപ്പോൾ ശിഷ്യന്മാർ ചെന്ന് കഥ തുറന്നപ്പോൾ അതിനകത്തെങ്ങും ആരുമില്ല, ബോഡിയുമില്ല, ആളുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ബദരിയിലേക്ക് പോയി എന്നാണ് സങ്കല്പം. അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് രാമാനുജൻ ജനിച്ചത് രാജീവ് ഗാന്ധി ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഒരു സ്ഥലമുണ്ടല്ലോ, പെരുമ്പുതൂർ. അവിടെയാണ് രാമാനുജാചാര്യർ ജനിക്കുന്നത്. അവിടെ ഒരു മഹാക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമായ ഒരു വൈഷ്ണവ ക്ഷേത്രമുണ്ട്, 106 തിരുപ്പതികളിൽ ഒന്നാണ്. അവിടെ ജനിക്കുകയും പിന്നീട് അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിൽ ശ്രീരംഗത്ത് പോയി ജീവിതകാലം മുഴുവൻ കഴിയുകയും ചെയ്തു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മുഴുവൻ എഴുതുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ശങ്കരനെക്കുറിച്ച് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഈ മഹാദാർശനികന്മാരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അത്യാവശ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ദർശനങ്ങളാണ്. അദ്ദേഹം ശ്രീരംഗത്താണ് സമാധിയാകുന്നത്, രാമാനുജാചാര്യർ. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ് ബ്രഹ്മസൂത്രത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എഴുതുന്നത്. അദ്ദേഹം ബ്രഹ്മസൂത്രത്തിന് എഴുതിയ ഭാഷ്യത്തിൻ്റെ പേരാണ്
ശ്രീഭാഷ്യം. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്, ഈ പ്രപഞ്ചവുമുണ്ട്. ഇത് മൂന്നും ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ മൂന്നിലും വ്യാപിച്ച്, അകവും പുറവും വ്യാപിച്ച് നിർണായക ശക്തിയായി ഈശ്വരൻ നിലകൊള്ളുന്നു. അപ്പോൾ ആത്മാവ് വേറെയാണ്, പ്രപഞ്ചം വേറെയാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈശ്വരൻ ഇതിനകത്ത് രണ്ടിനകത്തും വ്യാപിച്ച് നിൽക്കുക. അങ്ങനെ വ്യാപിച്ച് നിൽക്കുന്നതിനെ അദ്ദേഹം പറയുന്നത് വിശിഷ്ടേണ വർത്തിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ വിശിഷ്ടാദ്വൈതം എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് പറയുന്നപ്പോൾ ആ സിദ്ധാന്തങ്ങൾ 4 നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. ഞാനൊന്നുകൂടെ പറയാം പിന്നീട്. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശ്രീരംഗത്തെക്കുറിച്ച് നമുക്കധികം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, നമുക്ക് വളരെ അഭിമാനകരമായ ഒരു സംഗതി അവിടെ ഉണ്ട്. ഈ ഗോവയിലെ പുണ്യവാളൻ്റെ ശരീരം ഇന്നാളൊരു വാർത്ത കണ്ടിരുന്നു. അത് വല്ലപ്പോഴുമൊക്കെയാണ് പണ്ട് പുറത്തിറക്കി ഇറക്കിയിരുന്നത്. ബോഡി കേടൊന്നും കൂടാതെ അങ്ങനെ അവിടെ ഇരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു തവണ ആ ബോഡി കണ്ടതാണ്. അതിൻ്റെ കാലിൽ നിന്ന് മാംസം അടർന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ ഈ മാംസമെല്ലാം അടർന്നു പോകും. അതുകൊണ്ട് അതിനകത്ത് വലിയൊരു ദിവ്യത്വമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ദിവ്യത്വം തോന്നിയ ഒരു സംഗതിയുണ്ട്. തിരുച്ചിറപ്പള്ളിയിൽ അല്ലെങ്കിൽ തൃശ്ശിനാപ്പള്ളിയിൽ തിരുച്ചി എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് ശ്രീരംഗം മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് രാമാനുജാചാര്യർ സമാധിയായിരിക്കുന്നത്. ആ അദ്ദേഹത്തിൻ്റെ ബോഡി, ശരീരം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ ഇന്ന് ചെന്നാൽ കാണാം. ഒരു ശ്രീകോവിലിനകത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി അതുപോലെ ചമ്രം പടഞ്ഞ് ഒരു ദണ്ടും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അവിടെ അതുപോലെ ഉണ്ട്. ആ ബോഡി അതുപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പ്രിസർവേറ്റീവും ചെയ്തിട്ടില്ല. മഞ്ഞൾ, ശുദ്ധമായ മഞ്ഞൾ അരച്ച വെള്ളം അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ അഭിഷേകം ചെയ്യും ദിവസവും. ഇതുമാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദൂരമൊന്നുമല്ല, 7 മണിക്കൂറേ വേണ്ടി വരൂ തിരുച്ചിനാപ്പള്ളി വരെ പോകാൻ, ശ്രീരംഗത്തേക്ക് പോകാൻ. അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ അദ്ദേഹത്തിൻ്റെ സമാധി ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. അതിനകത്ത് എല്ലാ ദിവസവും പൂജയുണ്ട്. കണ്ടാൽ നമുക്കിത് വിഗ്രഹമാണെന്നേ തോന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ റിയൽ ബോഡി, ശരീരം അതുപോലെ സൂക്ഷിച്ചിരിക്കുക. 1500ഓളം വർഷങ്ങളായ ശരീരമാണ്. അതുപോലെ അത് അവിടെ ഇരിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബ്രഹ്മസൂത്രത്തിന് 4 ആചാര്യന്മാർ പ്രധാനപ്പെട്ട ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, വേറെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ശങ്കരൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപശൂദ്രാധികരണം, ശൂദ്രനെ കുറ്റം പറഞ്ഞു. ശങ്കരനല്ലേ പറഞ്ഞത്? രാമാനുജൻ പറഞ്ഞില്ലല്ലോ, മാധ്വൻ പറഞ്ഞില്ലല്ലോ, ബോധായനൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ ശങ്കരൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ തുള്ളുന്നത്? മറ്റു 3 പേരെന്ത് പറഞ്ഞു എന്നും കൂടെ ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുക, ബോധായനൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്, ജഡപ്രകൃതിയും ഉള്ളതാണ്. ഇത് 3 ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ ത്രൈതമെന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ശങ്കരാചാര്യർ പറഞ്ഞ ഇതൊന്നുമില്ല, ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. അതിനെയാണ് നമ്മൾ അദ്വൈതം, രണ്ടാമതൊന്നില്ലാത്തത്, അതിനെ അദ്വൈതമെന്ന് വിളിക്കും. ഇനി മധ്വാചാര്യർ പറഞ്ഞത് ജഡം ചേതനം എന്ന് 2 ഉണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ദ്വൈതം എന്ന് വിളിക്കും. പിന്നെ രാമാനുജാചാര്യർ പറഞ്ഞത് എല്ലാറ്റിലും ഈശ്വരൻ വിശിഷ്ടനായി വ്യാപിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് വിശിഷ്ടാദ്വൈതം എന്നാണ് പുള്ളിയുടെ സിദ്ധാന്തത്തെ പറയുന്നത്. ശങ്കരൻ പറഞ്ഞത് ഇതൊന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ 4 സിദ്ധാന്തങ്ങളും ബ്രഹ്മസൂത്രത്തിനെഴുതിയ ഭാഷ്യത്തിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്തൊരു വലിയ കൊനഷുണ്ട്. ശ്രീരംഗം വിക്രമനായർ സാർ ചോദിച്ച ചോദ്യം ഒരെണ്ണം അതാ, ഇതിലേതെങ്കിലും ഒരെണ്ണം കള്ളമായിരിക്കുമല്ലോ. ഈ 4 പേരും സനാതനധർമ്മത്തിൻ്റെ ആചാര്യന്മാരാണ്. അതെങ്ങനെ ഈ 4 വരുന്നത്? ഈ 4 പേരും പരസ്പര വിരുദ്ധമായിട്ടല്ലേ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കള്ളമാണ്, ഒരെണ്ണം മാത്രമാണ് ശരി. അതിൻ്റെ ഉത്തരം കൂടെ പറയാം. അതായത് നമ്മുടെ ബോധനിലയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ ഇരിക്കുന്നവരുടെ ബോധനിലയനുസരിച്ച് നമ്മൾ വേറെ, നമ്മുടെ ആത്മാവ് വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, ഈ പ്രപഞ്ചം വേറെയാണ്. ഇത് 3 വേറെയാണ്.
നമ്മുടെ ഒരു ബോധനിലയിൽ അങ്ങനെയാണ്. ഇപ്പം നമുക്കതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിനെയാണ് ത്രൈതം എന്ന് പറയുക. ഇനി നമ്മൾ സാധന ചെയ്യുന്നു എന്നിരിക്കട്ടെ, സാധന ചെയ്ത് കുറച്ച് ഉയർന്ന ബോധനിലയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ജഡവും ചേതനവും രണ്ടെണ്ണമേ ഉള്ളൂ. ഈശ്വരനും ആത്മാവും ചേതനമാണ്, ബാക്കി മുഴുവൻ ജഡപദാർത്ഥവുമാണ്. അപ്പോൾ രണ്ടെണ്ണമേ ഉള്ളൂ എന്ന് ബോധ്യം വരും. ഇതിനെയാണ് ദ്വൈതമെന്ന് വിളിക്കുക. കുറച്ചുകൂടി തപസ് ചെയ്ത് നമ്മൾ ഉയർന്ന ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൂന്നും ഉണ്ടെങ്കിലും ഈശ്വരൻ എല്ലാറ്റിലും അകവും പുറവും വ്യാപിച്ചു നിൽക്കുകയാണ്. ഈ അനുഭവം ഉണ്ടാവും. ആ അനുഭവത്തിന് പറയുന്ന പേരാണ് വിശിഷ്ടാദ്വൈതം. വീണ്ടും ബോധനില അതിൻ്റെ പരമാവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ഏറ്റവും പരമമായ അവസ്ഥയിലെത്തുമ്പോൾ, മോക്ഷാവസ്ഥയിലെത്തുമ്പോൾ, ആത്മാവിന് മോക്ഷം കിട്ടുന്ന സമയത്ത് അതിന് മനസ്സിലാവും ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഇതിനെയാണ് ബ്രഹ്മബോധം എന്ന് പറയുക. അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമല്ല, നമ്മുടെ വളർച്ചയുടെ പടവുകളാണ്. നമ്മുടെ ലെവലിൽ ത്രൈതം, സാധന ചെയ്ത ഉയർന്ന ലെവലിലേക്ക് വരുമ്പോൾ ദ്വൈതം, കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് വരുമ്പോൾ വിശിഷ്ടാദ്വൈതം, പരമമായ അവസ്ഥയിലെത്തുമ്പോൾ അദ്വൈതം. ഇത് പരസ്പര വിരുദ്ധമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ബോധനിലയുടെ ഡെവലപ്മെൻ്റ് അനുസരിച്ച് വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞ അത് അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ബോധനിലയെയാണ് ഇങ്ങനെ, നമ്മളിപ്പോൾ 1000 പടിയുള്ള ഒരു ധാമത്തിലേക്ക് കയറി പോവുക. 100ാമത്തെ പടിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളല്ല 500ാമത്തെ പടിയിൽ നിൽക്കുമ്പോൾ കാണുന്നത്. 1000ാമത്തെ പടിയിലെത്തുമ്പോൾ നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു ദർശനമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ ഇവിടെ ഈ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ടല്ല, പരസ്പര പൂരകമായിട്ടാണ് ഇത് പോവുക. ഇത് ആദ്യകാലത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. നമുക്കൊരു ഗതികേട് വരാൻ കാരണം നമ്മൾ ഈ ശങ്കരനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. രാമാനുജൻ, മാധ്വൻ, ബോധായനൻ തുടങ്ങിയ ആചാര്യന്മാരെ നമ്മൾ എടുത്തിട്ടില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ എല്ലാം ഗതി ഇതാ. ഈ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ പണ്ട് കാലത്ത് എങ്ങനെയാണോ ആചാര്യന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്, ആ ലെവലിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്കിപ്പോൾ ഒരു സംവിധാനം ഇല്ല. ഇതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട സംഗതി, ശ്രീരാമകൃഷ്ണദേവനെ ഒന്നുകൂടെ ഞാൻ ഉദ്ധരിക്കുക. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുക്കൽ എല്ലാ ദിവസവും ചെന്നിരുന്ന ഒരു ഗൃഹസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ബംഗാളിൽ ഒരു തവണ വലിയ ക്ഷാമം വന്നു. ചക്കരയും കടലയും മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അപ്പോൾ ഈ ബ്രാഹ്മണൻ അവിടെ വന്നിരിക്കുമ്പോൾ ആശ്രമത്തിലെ ഒരു ബ്രഹ്മചാരി വന്ന് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു, ഭഗവാനെ കടലയേ ഉള്ളൂ, ഞാൻ കടല കഴിക്കട്ടെ. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, സാധന ചെയ്യുന്നവൻ കടല തിന്നാനോ, മസാലയും കടലയും ഒന്നും തിന്നരുത്, പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗൃഹസ്ഥൻ പിന്നെ ഒരു 2 ആഴ്ചത്തേക്ക് വന്നില്ല. 2 ആഴ്ച കഴിഞ്ഞ് എത്തിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ എന്താ വരാതിരുന്നത്, 2 ആഴ്ചയായിട്ട് കണ്ടില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞില്ലേ കടല തിന്നരുതെന്ന്, അതുകൊണ്ട് ഞാൻ കടല തിന്നില്ല. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞു കടല തിന്നരുതെന്ന്. അതെ, അപ്പോൾ പറഞ്ഞു, എൻ്റെ മുമ്പ് വെച്ചല്ലേ ബ്രഹ്മചാരിയോട് പറഞ്ഞത് കടല തിന്നരുത്, കൊള്ളുകയിലാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, എടാ മണ്ടക്കണാപ്പ, നീ ഗൃഹസ്ഥനല്ലേ, നീ പോയി കടല തിന്ന്, നിന്നോടല്ല, ഞാൻ സാധകനോടാണ് പറഞ്ഞത്. നമ്മുടെ ശിക്ഷണങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ബ്രഹ്മചാരിക്കുള്ള പാഠങ്ങൾ, ഗൃഹസ്ഥനുള്ള പാഠങ്ങൾ, സന്യാസിക്കുള്ള പാഠങ്ങൾ, വാനപ്രസ്ഥിക്കുള്ള പാഠങ്ങൾ, ഇത് 4 രീതിയിലാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് ശിക്ഷണങ്ങൾ തന്നിരിക്കുന്നത്. 4 4ആയിട്ട് കാണണം. 4നെയും കൂടെ ഒരുമിച്ച് കാണരുത്. ഗൃഹസ്ഥന് നമ്മുടെ സന്യാസിമാരെന്താ ചെയ്യുന്നത്, ഇക്കാലത്തുള്ള എല്ലാ മതപ്രഭാഷണങ്ങളിലും സന്യാസിമാർ വന്ന് ഗൃഹസ്ഥന്മാരെ അഭിസംബോധന ചെയ്യുന്നത്. അല്ല, സന്യാസിമാരും അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നില്ല, ഗൃഹസ്ഥന്മാരാണ് പ്രഭാഷണം കേൾക്കാൻ വരുന്നത്. അവരോട് പറയുന്നത് മുഴുവൻ സന്യാസധർമ്മമാണ്. സന്യാസിമാർ ചെയ്യേണ്ടതാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അഹിംസ പാലിക്കണം, യുദ്ധം ചെയ്യരുത്. പട്ടാളക്കാരനോടാണ് പറയുന്നത് നീ യുദ്ധം ചെയ്യരുതെന്ന്. അയാൾ ഗൃഹസ്ഥനാണ്, അയാൾ യുദ്ധം ചെയ്യണ്ടേ? ഇതിനകത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സംഗതി, ഗൃഹസ്ഥധർമ്മം നിന്നെയും നിന്നെ ആശ്രയിച്ചു നിൽക്കുന്നവയെയും രക്ഷിക്കാനുള്ള ബാധ്യത നിനക്കുണ്ട് എന്ന് ഗൃഹസ്ഥധർമ്മം പറയുന്നുണ്ട്. അപ്പോൾ ഗൃഹസ്ഥന് ആയുധമെടുത്തേ പറ്റൂ. ആയുധമെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സന്യാസി ആയുധം എടുക്കരുത്, അയക്കത് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഓരോ തത്വങ്ങൾ ഭാഗവതത്തിലെ ആയാലും ഗീതയിലെ ആയാലും ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആർക്കുള്ള ശിക്ഷണമാണ്? ബ്രഹ്മചാരിക്കുള്ളതാണോ, ഗൃഹസ്ഥനുള്ളതാണോ,
വാനപ്രസ്ഥിക്കാണോ സന്യാസിക്കാണോ അത് മനസ്സിലാക്കിയേ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടാകും. ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തിരുന്നതാണ്. അറിവുകൾ പകർന്നു കൊടുത്തിരുന്നത് ആ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്ന് പറയും. പാത്രത്തിനനുസരിച്ചാണ് ഇത് കൊടുത്തിരുന്നത്. ഇന്ന് പാത്രവുമില്ല, കൊടുക്കാൻ അറിയാവുന്നവരുമില്ല. അതുകൊണ്ട് നമ്മൾ ആ കൺഫ്യൂഷനിലായി പോവുക, അല്ല എന്താ ചെയ്യുക. അപ്പോൾ എനിക്ക് ഇത്രയും നേരം സംസാരിക്കാനുള്ള അനുവാദം തന്ന അല്ലെങ്കിൽ നിർദ്ദേശം തന്ന കൃഷ്ണാജിക്ക് അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശ്രീരംഗം വിക്രമൻ നായർ സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.